ഹല്ലേലൂയ. ആദം 930 വർഷം ജീവിച്ചിരുന്നു. ആദാമിനെ പോലെ 930 വർഷം അല്ല, അതിൽ ബിയോണ്ട് നമ്മളൊരു പക്ഷേ ജീവിച്ചിരുന്നാലും, അങ്ങനെ ജീവിച്ചിരിക്കാൻ പോകുന്നില്ല, ഈവൻ അങ്ങനെ ജീവിച്ചിരുന്നാലും ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും നമുക്ക് പറഞ്ഞു തീർക്കുവാൻ കഴിയത്തില്ല. ലോകത്തിലുള്ള എല്ലാ വിഷയങ്ങൾക്കും ഒരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. പരിധിയും പരിമിതിയും ഇല്ലാത്തവനാണ് ദൈവം. അതുകൊണ്ട് ദൈവത്തിൽ പരിമിതി ഇല്ലാത്ത പോലെ, ദൈവത്തിൽ പരിധിയില്ലാത്ത പോലെ, ദൈവത്തിന് പരിധിയും പരിമിതിയും ഇല്ലാത്ത പോലെ ദൈവത്തിൻ്റെ വചനത്തിനും എന്തില്ല? പരിധിയില്ല, പരിമിതിയില്ല. ഇന്ന് രാത്രിയിൽ സ്തോത്രം ഈ പുതിയ സീരീസ് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രധാനമായി ഡീമനോളജിയാണ്. അതായത് പൈശാചിക മണ്ഡലങ്ങളും അവൻ്റെ പ്രവർത്തനങ്ങളും ദൂതന്മാരും ദൂതസഞ്ചയവും അതുപോലെ വീണുപോയ ദൂതന്മാരും അതെ മല്ലന്മാരും എന്നതാണ് പ്രതിപാദ്യ വിഷയം എന്ന് ഓർക്കുക. ഞാൻ ആവർത്തിക്കട്ടെ. ഏഞ്ചൽസ് ആൻഡ് ഡീമൻസ്, ഫാളൻ ഏഞ്ചൽസ് ആൻഡ് നെഫ്ലിംസ്. അതെ, വീണുപോയ ദൂതന്മാർ, അതുപോലെ സ്തോത്രം പൈശാചിക മണ്ഡലങ്ങൾ, ദൂതന്മാർ, അതുപോലെ സ്തോത്രം മല്ലന്മാർ. പക്ഷേ ഇന്ന് രാത്രി പ്രധാനമായി ദൂതന്മാരെക്കുറിച്ച് മാത്രമായിരിക്കും പ്രധാനമായി നാം ഫോക്കസ് ചെയ്യുന്നത്. ദൂതന്മാരെക്കുറിച്ച് മാത്രമാണ്. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ സ്തോത്രം അതെ ദുരാത്മമണ്ഡലങ്ങളെക്കുറിച്ച്, സാത്താന്യ വ്യാപാരങ്ങളെക്കുറിച്ച്, അതിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ച്, അതെങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിൽ സ്വാധീനിക്കുന്നതെന്ന് എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കും. വീണ്ടും നമ്മൾ ചിന്തിക്കും സ്തോത്രം അതെ ഓർഫയ്ക്ക് എങ്ങനെയാണ്, ഓർഫ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഓർഫ സ്തോത്രം രൂത്തിൻ്റെ കൂടെ നവോമിയുടെ കൂടെ നടന്ന ഓർഫയ്ക്ക് എന്താ സംഭവിച്ചത്? അവൾ എങ്ങനെയാണ് സ്തോത്രം മല്ലന്മാരുമായിട്ടുള്ള അതേ ബന്ധത്തിലായി തീർന്നത് എന്നിങ്ങനെയുള്ള സ്തോത്രം സാധാരണ സഭ കേട്ടിട്ടില്ലാത്തതായ ചില പ്രത്യേക കാര്യാദികൾ നാം ദൈവകൃപയാൽ കേൾക്കുവാൻ വേണ്ടി പോകുന്നു. ഒരുങ്ങിയിരിക്കുന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ. കടന്നു വന്നാട്ടെ. എബ്രായലേഖനം 11 അധ്യായം 3 വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 11 verse 3. എബ്രായലേഖനം 11 അധ്യായം 3 വാക്യം. ശബ്ദമുയർത്തി വായിച്ചാട്ടെ. ശബ്ദമുയർത്തി. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല, കാരണം എന്ന് വരുമാറ് ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല, കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു, നിർമ്മിക്കപ്പെട്ടു. ഓക്കെ, ഈ കാണുന്ന ലോകത്തിന് എന്തല്ല? ദൃശ്യമായതല്ല, വിസിബിൾ അല്ല എന്ന് വരുമാറ്. വിസിബിളായിട്ടുള്ളത് ദൈവം സൃഷ്ടിച്ചു, അതുപോലെ ഇൻവിസിബിൾ ആയിട്ടുള്ളതും ദൈവം സൃഷ്ടിച്ചു. വിസിബിൾ ആയിട്ടുള്ളത്, ദൃശ്യമായത് ദൈവം സൃഷ്ടിച്ചു. വേറെ എന്ത് സൃഷ്ടിച്ചു? ഇൻവിസിബിൾ ആയിട്ടുള്ളത് സൃഷ്ടിച്ചു. നിങ്ങൾ പരസ്പരം നോക്കിയാൽ കാണാം. പുറത്തിറങ്ങി നിന്ന് മരങ്ങൾ നോക്കിയാൽ നിങ്ങൾ കാണാം, അതുപോലെ മണ്ണ് നോക്കിയാൽ കാണാം, പാറകളെ കാണാം, താഴ്വരകളെ കാണാം. അങ്ങനെ വിവിധ പുറമേയുള്ള കണ്ണുകൊണ്ട് നോക്കുന്ന ദൃശ്യമായ ധാരാളം കാര്യങ്ങളെ കാണാം. കോവളത്ത് പോയാൽ കടലിനെ കാണാം. സ്തോത്രം. പൊന്മുടി പോയാൽ കുറച്ചുകൂടെ ഈ ജില്ലയിലെ മിക്കവാറും ഭാഗങ്ങൾ നിങ്ങൾ കാണാം. ഇതെല്ലാം ദൃശ്യമായതാണ്. പക്ഷേ ദൃശ്യമായത് മാത്രമല്ല, ത്രൂ ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ വചനത്താൽ ദൈവം സൃഷ്ടിച്ചത് അദൃശ്യമായതും ദൈവം സൃഷ്ടിച്ചു. ആരെങ്കിലും ഒരാൾ പറയുകയാണ്, ഇല്ല ഞാൻ ഇൻവിസിബിൾ വിശ്വസിക്കുന്നില്ല, ഞാൻ അദൃശ്യമായത് വിശ്വസിക്കുന്നില്ല, കാരണം ഞാൻ കണ്ടില്ല, ഞാൻ തൊട്ടില്ല, ഞാൻ രുചിച്ചില്ല എന്ന് വിചാരിച്ച് ദൃശ്യമായത് അദൃശ്യമായത് ഇല്ല എന്ന് വരുന്നില്ല. ഒരിക്കൽ കൂടെ, അദൃശ്യമണ്ഡലം ഞാൻ കണ്ടില്ല, ഞാൻ തൊട്ടില്ല, ഞാൻ രുചിച്ചില്ല എന്ന് വെച്ച് അദൃശ്യമായത് ഇല്ല എന്ന് വരുന്നില്ല. സ്തോത്രം. ദൈവത്തെ കണ്ടില്ലെങ്കിലും ദൈവത്തെ അനുഭവിച്ചവരാണ് നമ്മൾ ഓരോരുത്തർ. റൊണാൾഡ് റേഗൻ എന്ന മഹാനായ അമേരിക്കൻ പ്രസിഡന്റ് അനേക വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ശാസ്ത്രജ്ഞന്മാരുടെ അല്ലെങ്കിൽ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടവരുടെ വലിയൊരു യോഗത്തിന് സ്തോത്രം പ്രസംഗിക്കുകയായിരുന്നു. അമേരിക്കയുടെ പ്രധാനപ്പെട്ട പട്ടണത്തിൽ US പ്രസിഡന്റ്, അമേരിക്കൻ പ്രസിഡന്റ് എഴുന്നേറ്റ് നിന്ന് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞന്മാരും വലിയ വലിയ ജ്ഞാനികളായ ആൾക്കാരുടെ നടുവിൽ തൻ്റെ പ്രസംഗം തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ദിവസങ്ങളിൽ ദൈവമില്ല എന്ന് പറയുന്നതായ ഒരു ഏത്യസ്റ്റിനെ ഞാൻ കണ്ടാൽ, ഒരു ദൈവമില്ല എന്ന് പറയുന്ന ഒരു നാസ്തികനെ ഞാൻ കണ്ടാൽ, അദ്ദേഹത്തെ ഞാൻ വൈറ്റ് ഹൗസിലേക്ക്, എൻ്റെ വീട്ടിലേക്ക്, ഞാൻ പാർക്കുന്ന അമേരിക്കൻ
വൈറ്റ് ഹൗസിലേക്ക് ഞാൻ ക്ഷണിക്കും. അമേരിക്കൻ പ്രസിഡന്റ് പാർക്കുന്ന വീടിൻ്റെ പേരാണ് വൈറ്റ് ഹൗസ്. നിങ്ങൾ ആരെങ്കിലും പുതിയ വീട് വെക്കുന്നെങ്കിൽ മേടിച്ച് അതെ പേരിട്ടാട്ടെ വൈറ്റ് ഹൗസ്, എന്നിട്ട് പറഞ്ഞാട്ടെ ഞാൻ തന്നെ പ്രസിഡന്റ്, എൻ്റെ വീടിന് ഞാൻ തന്നെ പ്രസിഡന്റ്. ഓക്കെ, അമേരിക്കയിൽ പ്രസിഡന്റ് പാർക്കുന്ന വീടിൻ്റെ പേരാണ് വൈറ്റ് ഹൗസ്. റൊണാൾഡ് റീഗൻ പറഞ്ഞു, ഞാൻ വൈറ്റ് ഹൗസിലേക്ക് ദൈവമില്ല എന്ന് പറയുന്ന ഒരു നാസ്തികനെ, ഒരു ഏത്യസ്റ്റിനെ ഞാൻ ക്ഷണിച്ചിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതായ ഏറ്റവും നല്ല ഫുഡ് ഞാൻ വിളമ്പിയിട്ട് ഞാൻ ആ നാസ്തികനെ നോക്കി, ദൈവമില്ലാത്ത ഏത്യസ്റ്റിനെ നോക്കി ഞാൻ ഇങ്ങനെ പറയും, ഇത് വെറുതെ ഉണ്ടായി വന്നതാണ്. ഏത്? ഈ ഫുഡ് ചുമ്മാ ഇരുന്നപ്പോൾ അങ്ങനെ ഉണ്ടായി വന്നതാണ്. അപ്പോൾ ഏത്യസ്റ്റ് എന്ത് പറയും? ഇല്ല, ഇത് ഞാൻ വിശ്വസിക്കത്തില്ല, ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച ഒരു കരമുണ്ട്. അപ്പോൾ പ്രസിഡന്റ് തിരിച്ചു പറയും, സ്തോത്രം, അങ്ങനെയെങ്കിൽ ഈ പ്രകൃതിയും പ്രപഞ്ചവും ആകാശവും ഭൂമിയും വെറുതെ ഉണ്ടായതല്ല, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അദൃശ്യമായ ശക്തനായ ദൈവത്തിൻ്റെ ഒരു കരമുണ്ട്. സോ ദൃശ്യമണ്ഡലമുണ്ട്, അദൃശ്യമണ്ഡലമുണ്ട്, സ്തോത്രം, ഭൗമമണ്ഡലമുണ്ട്, ആത്മമണ്ഡലമുണ്ട്. കാണുന്നത് താൽക്കാലികമാണ്. വേദപുസ്തകം പറയുന്നു, ഇന്ന് കാണുന്നതായ ഈ മണ്ഡലം താൽക്കാലികമാണ്, പക്ഷേ കാണാത്തത് നിത്യമാണ്. ദൈവം നിത്യനാണ്. ഗാഡ് ഈസ് ആൻ എവർലാസ്റ്റിംഗ് ഗാഡ്. ദൈവം നിത്യനാണ്. ആവർത്തനം 32:40 പറയുന്നു, നിത്യനായ ദൈവം ആരാണ്? ഒരിക്കൽ കൂടെ പറഞ്ഞേ, ദൈവം നിത്യനായ ദൈവം. യെശയ്യാപ്രവചനം 9:6 പറയുന്നു, അവൻ നിത്യ പിതാവ്. എത്ര പേർ ആ വാക്യം കേട്ടിട്ടുണ്ട്? ഒത്തിരി പേർ കേട്ടിട്ടുണ്ട്. ദൈവം നിത്യനാണ്, അവൻ നിത്യ പിതാവാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ ദയ നിത്യമാണ്. ഏറ്റവും പരിചിതമായ വാക്യം യെശയ്യാ 54:10, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. അർത്ഥം, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം നിത്യമാണ്. യെരമ്യാ പ്രവചനം 31:3, സ്തോത്രം, ഐ ഹാവ് ലവ്ഡ് യു വിത്ത് ആൻ എവർലാസ്റ്റിംഗ് ലവ്. നിത്യ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നിത്യമാണ്, ദൈവത്തിൻ്റെ കരുണ നിത്യമാണ്. കാരണം ദൈവം നിത്യമാണ്. ഇതുപോലെ ആത്മമണ്ഡലം എന്ന് പറയുന്നത് അത് എറ്റേണലാണ്. അർത്ഥം, നശിക്കാത്തതാണ്. ആത്മമണ്ഡലം എന്ന് പറയുന്നത് നശിക്കാത്തതാണ്. കാണുന്നത് നശിക്കും, ഇന്ന് കാണുന്നത് മാറിപ്പോകും. പക്ഷേ ആത്മമണ്ഡലം അല്ലെങ്കിൽ സ്തോത്രം അദൃശ്യമണ്ഡലം എന്ന് പറയുന്നത് അത് ദൃശ്യമാണ്. പല സന്ദർഭങ്ങളിൽ ദൈവം സംസാരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ശബ്ദം കാണുന്ന മണ്ഡലത്തെ മാത്രം നോക്കിയല്ല ദൈവം സംസാരിച്ചത്, കാണാത്ത അദൃശ്യമണ്ഡലത്തെ നോക്കിക്കൂടെ ദൈവം സംസാരിച്ചു. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുന്നു, ശ്രദ്ധിക്കുക. സ്തോത്രം. ദൈവം ചില സന്ദർഭങ്ങളിൽ ദൈവം സംസാരിച്ചപ്പോൾ കാണുന്ന മണ്ഡലത്തോട് മാത്രമല്ല സംസാരിച്ചത്, കാണാത്ത മണ്ഡലത്തെ നോക്കിക്കൂടെ സംസാരിച്ചു. പ്രൊഫറ്റിക് പ്രയറിൽ അല്ലെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവജനം കേൾക്കണം, നിങ്ങളുടെ പ്രാർത്ഥന 2 തരത്തിൽ, 2 ദിശകളിൽ അത് ചലിക്കണം. ഒന്ന്, കാണുന്ന മണ്ഡലത്തിൽ മാത്രമല്ല, കാണാത്ത മണ്ഡലത്തിലും വെട്ടേണ്ടതിന് വെട്ടുന്നു, നീക്കേണ്ടതിന് നിൽക്കുന്നു, പ്രഖ്യാപിക്കേണ്ടതിന് പ്രഖ്യാപിക്കുന്നു. ആമേൻ. ദൈവത്തെ മാത്രമല്ല, പൈശാചിക മണ്ഡലത്തെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ ദൈവം സംസാരിച്ചപ്പോൾ ദൃശ്യമണ്ഡലത്തിൽ മാത്രമല്ല അത് പെനിട്രേറ്റ് ചെയ്തത്, സംസാരിച്ചത്, ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങിയത് ദൃശ്യമണ്ഡലത്തിൽ മാത്രമല്ല അദൃശ്യമണ്ഡലത്തിലും ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങുകയുണ്ടായി. പ്രധാനമായി ഈ പ്രത്യേക കോണ്ടസ്റ്റിൽ സ്തോത്രം, പൈശാചിക മണ്ഡലവുമായ ബന്ധത്തിൽ ദൈവം ശത്രുവിനോട് സംസാരിച്ചപ്പോൾ ദൃശ്യമായി മാത്രമല്ല ദൈവം സംസാരിച്ചത്, ദൈവം ശത്രുവിനോട് സംസാരിച്ചപ്പോൾ അദൃശ്യ മണ്ഡലത്തോടും ദൈവം സംസാരിക്കുകയുണ്ടായി. കാദേശ് മരുവിനെ നടക്കുന്ന, വനങ്ങളെ തൊലിയൊരുപ്പിക്കുമാറാക്കുന്ന, മാൻകുട്ടികളെ പ്രസവിക്കുമാറാക്കുന്ന, സ്തോത്രം, മാറ്റമില്ലാത്തതാണല്ലോ ദൈവത്തിൻ്റെ ശബ്ദം. ആരെങ്കിലും ആമയും പറയുമെന്ന് ഞാൻ വിചാരിച്ചു. ഒരിക്കൽ കൂടെ, കാദേശ് മരുവിനെ നടക്കുന്ന, വനങ്ങളെ തൊലിയൊരുപ്പിക്കുമാറാക്കുന്ന, മാൻകുട്ടികളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം അത് വിടുതലിൻ്റെ ശബ്ദമാണ്. അത് തീയാണ്, അത് വാളാണ്. അത് വെട്ടേണ്ടതിന് വെട്ടുന്നു, അത് എരിക്കേണ്ടതിന് എരിക്കുന്നു. സോ ദൈവാത്മാവിൽ നിങ്ങൾ സംസാരിക്കുമ്പോഴും എക്സാക്ട്ലി ദ സെയിം മാനർ വിസിബിൾ റിലത്തിൽ മാത്രമല്ല ഇൻവിസിബിൾ റിലത്തിലും സംസാരിക്കുന്നവരാകട്ടെ ദൈവത്തിൻ്റെ സഭ. ഇൻ ജീസസ് നെയിം.
പരിശുദ്ധാത്മാവതിനായി നമ്മെ ഒരുക്കുമാറാകട്ടെ. ചില സന്ദർഭങ്ങളിൽ അതെ ഡീമണോളജി ആയിട്ടുള്ള ബന്ധത്തിൽ, പൈശാചിക മണ്ഡലവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം സംസാരിക്കുമ്പോൾ ഞാൻ അതേ സെൻറ്റൻസ് ഞാൻ ആവർത്തിക്കുന്നു. ദൃശ്യമണ്ഡലത്തിൽ മാത്രമല്ല അദൃശ്യ മണ്ഡലത്തിലും കർത്താവിൻ്റെ ശബ്ദം മുഴങ്ങുകയുണ്ടായി. ഉദാഹരണമായി ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ കുടുംബത്തെ പിശാച് കലക്കിയിരിക്കുകയാണ്. ഏദൻ തോട്ടത്തിൽ ദൈവമായ കർത്താവ് ഇറങ്ങി. കർത്താവ് ഇതാ ഉലാവുന്നതായ ഒരു കാലമുണ്ടായിരുന്നു. നിഷ്പാപ യുഗം, അല്ലെങ്കിൽ പാപം വരുന്നതിന് മുൻപുള്ളതായ സമയം, അല്ലെങ്കിൽ മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് മുമ്പുള്ളതായ അതെ ദിവസങ്ങൾ. അത് എത്ര ദിവസമാണ്, എത്ര ആഴ്ചയാണ്, എത്ര മാസമാണ്, എത്ര വർഷമാണ്, എത്ര പതിറ്റാണ്ടാണ്, എത്ര സെഞ്ചുറിയാണ്, എത്ര നൂറ്റാണ്ടുകളാണ് നമുക്കറിയത്തില്ല. ആദം പാപം ചെയ്യാതെ എത്ര നൂറ്റാണ്ടുകൾ ജീവിച്ചു, വീടൊന്നോ സ്തോത്രം, എത്ര വർഷങ്ങളാണ് അറിയത്തില്ല. പക്ഷേ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. വായിച്ചിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. വെയിലാറിയ സമയത്ത് ദൈവം ഇറങ്ങി വന്ന് സ്തോത്രം മനുഷ്യനോടുകൂടെ ഉലാവി. പക്ഷേ നമുക്കറിയാം ആ സൺഡേ സ്കൂൾ സ്റ്റോറി. സാത്താൻ പാമ്പിലൂടെ പ്രവർത്തിക്കുകയുണ്ടായി. സാത്താൻ പാമ്പിലൂടെ പ്രവർത്തിച്ചു. ഐ ആം മിസ്റ്റർ ലൂസിഫർ കമ്മിങ് ഫ്രം ഹെൽ എന്ന് പറഞ്ഞ സാത്താൻ നേരിട്ട് വന്ന് നിങ്ങളോട് സംസാരിക്കുന്നില്ല. ഒരിക്കൽ കൂടെ, ഐ ആം മിസ്റ്റർ ലൂസിഫർ കമ്മിങ് ഫ്രം ഹെൽ എന്ന് പറഞ്ഞ് നേരിട്ട് വന്ന് അവൻ നിങ്ങളെ ആക്രമിക്കത്തില്ല. ചില സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം, ചില വ്യക്തികളിലൂടെ ആയിരിക്കാം അവൻ നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങളെ ടെംപ്റ്റ് ചെയ്യുന്നത്. അതേ പദം ഞാൻ വീണ്ടും ആവർത്തിക്കും. സ്തോത്രം വീണ്ടും പറയും. ചില വ്യക്തികളിലൂടെ ആയിരിക്കാം, ചില സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം ശത്രു നിങ്ങളെ ആക്രമിക്കുന്നത്. ചിലപ്പോൾ വ്യക്തികളിലൂടെ സാത്താൻ സംസാരിച്ചു എന്ന് വന്നേക്കാം. ചിലപ്പോൾ സാഹചര്യങ്ങളിലൂടെ ശത്രു നിങ്ങളെ അടുക്കൽ വന്നു എന്ന് വന്നേക്കാം. പക്ഷേ ആ 3-ാം അധ്യായത്തിൽ സ്തോത്രം ഉരസ്സുവരെയും അതുവരെ ഗമിക്കാത്തവനായിരുന്നു പാമ്പ്. പാമ്പ് ഇന്ന് ഗമിക്കുന്നത് ഉരസ്സുകൊണ്ടാണ്. ഉരസ്സുകൊണ്ട് ഗമിക്കുന്നവനാണ് പാമ്പ്. പാമ്പിനെ കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാണ്ട്. യെസ്, ഈ നാട്ടിൽ ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു. സ്തോത്രം. ഓക്കെ, പാമ്പ് ഉരസ്സുകൊണ്ട് ഗമിക്കുന്നതായിരുന്നു. പക്ഷേ അത് സ്തോത്രം ദൈവം അവനെ ശപിച്ചതിന് ശേഷമാണ്. സോ അതിന് മുൻപ് പാമ്പ് എങ്ങനെയായിരിക്കും? ഉരസ്സുകൊണ്ട് ഗമിക്കുന്നവനായിരിക്കത്തില്ല. ഒരു പക്ഷേ അവന് ചിറകുണ്ടായിരിക്കാം, അവൻ അതുവരെയും പറന്നവനായിരിക്കാം. ആയിരിക്കാം അനുമാനങ്ങളാണ്. എന്നാൽ സ്തോത്രം സർപ്പം ആ തോട്ടത്തിലേക്ക് കടന്നു വന്നു. 3:14 നോക്കിയേ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ ദൈവം ടെംപ്റ്റ് ചെയ്തതായ, പരീക്ഷിച്ചതായ പാമ്പിനോട് യഹോവയാം ദൈവം സംസാരിക്കുന്നു. 3:14 യഹോവയാം ദൈവം ആരോട്? പാമ്പിനോട് കൽപ്പിച്ചത്. ഒരിക്കൽ കൂടെ യഹോവയായ ദൈവം ആരോട് പറഞ്ഞേ? പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടിലെ മൃഗത്തിലും വെച്ച് പറഞ്ഞേ, നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. വായിച്ചാട്ടെ. നീ ഉരസ്സുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പോടി തിന്നും. അപ്പോൾ അതുവരെ 14-ാം വാക്യത്തിൽ ദൈവം പാമ്പിനോട് സംസാരിക്കുന്നു. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസ്സുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. സ്തോത്രം. ഈ പാമ്പാണ് ആദിമ മനുഷ്യനെ വശീകരിച്ച് സെഡ്യൂസ് ചെയ്ത് സ്തോത്രം പാപം ചെയ്യിപ്പിച്ചത്. അപ്പോൾ തീമോഥെയോസ് ലേഖനത്തിൽ ഈ സന്ദർഭത്തെക്കുറിച്ച് പൗലൂസ് പിന്നെയും പറയുന്നു. സ്തോത്രം. അതെ, സാത്താൻ സർപ്പം ഉപായത്തിൽ ഹവ്വായെ ചതിച്ചുവെന്ന്. അപ്പോൾ ഉപായത്തിൻ്റെ സിമ്പലാണ് പാമ്പ്. കേട്ടവർ ആമേൻ പറഞ്ഞേ. ഉപായം. എല്ലാവരും പറഞ്ഞാട്ടെ, നന്നായിട്ട് പറഞ്ഞേ. അവൻ നന്നായിട്ട് കേൾക്കട്ടെ. ശബ്ദം ഉയർത്തി നന്നാ പറഞ്ഞേ. ഉപായത്തോടെ കടന്നു വരുന്നവനാണ് സാത്താൻ. ഉപായം ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ബി ഡേഞ്ചറസ്. അവര് സ്തോത്രം അതെ അപകടകാരികളാണ്. സാത്താൻ ഉപായത്തോടെ ഇതാ കടന്നു വന്നു, അവനിതാ വശീകരിച്ചു. സോ വശീകരണം, ഉപായം തുടങ്ങിയതായ അതെ ഡിവൈസസായി അല്ലെങ്കിൽ ട്രിക്കായി ടാക്ടിക്സുമായി കടന്നു വരുന്ന വ്യക്തികൾ ആരായിരിക്കും ഉപയോഗിക്കുന്നത്? സാത്താനാണ് ഉപയോഗിക്കുന്നത്. വശീകരണമായി കടന്നു വരുന്നവർ, ഉപായങ്ങൾ ഉപയോഗിക്കുന്നവരെ ആബ്സല്യൂട്ട്ലി നോട്ട്, ഒരിക്കലും പരിശുദ്ധാത്മാവല്ല അവർ ഉപയോഗിക്കുന്നത്, സാത്താനാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് രാത്രി ദൈവകൃപയാൽ ഈ വചനത്തിന് മുൻപിൽ ഞാൻ പറയട്ടെ, ശത്രുവേ നീ തോറ്റവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. സോ 14-ാം വാക്യത്തിൽ കർത്താവ് പാമ്പിനോട് സംസാരിച്ചു. തൊട്ടടുത്ത വാക്യം നോക്കിയേ, 15-ാം വാക്യം. ഒന്നാമത്തെ പ്രവചനമാണ് 15-ാം വാക്യം. 15-ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. നോക്കിയേ, അവിടെ ടേം മാറി. അവിടെ പാമ്പിനോടാണോ ദൈവം സംസാരിക്കുന്നത്? വേറെ ആരോടാണ് ദൈവം സംസാരിക്കുന്നത്? സാത്താനോടാണ് ദൈവം സംസാരിക്കുന്നത്.
അവിടെ പാമ്പിനോടല്ല ദൈവം സംസാരിക്കുന്നത്, സാത്താനോടാണ് സംസാരിക്കുന്നത്. പാമ്പ് അവിടെ വിസിബിളാണ്, പക്ഷെ സാത്താൻ ഇൻവിസിബിളാണ്. മനസ്സിലാകുന്നു? സ്തോത്രം. ദൃശ്യവും അദൃശ്യവും, അതാണ് നമ്മളെ ടൈറ്റിൽ, മറന്നു പോകല്ലേ. പാമ്പ് ദൃശ്യമായി നിൽക്കുന്നു, അതിൻ്റെ പിൻപിൽ നിൽക്കുന്നത് സാത്താനാണ്. ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡിലും, നിങ്ങളുടെ ഓഫീസിലാകട്ടെ, നിങ്ങളുടെ വീട്ടിലാകട്ടെ, നിങ്ങളുടെ നാട്ടിലാകട്ടെ, നിങ്ങളുടെ മിഷൻ ഫീൽഡിലാകട്ടെ, ചില വ്യക്തികൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ മനസ്സിലാക്കുക, ചിലപ്പോൾ അത് മനുഷ്യ ശബ്ദമായിരിക്കാം, ചിലപ്പോൾ അത് ദൈവം നിങ്ങളിലൂടെ സംസാരിക്കുന്ന ദൈവശബ്ദമായിരിക്കാം, ഇല്ല നിങ്ങളെ തകർക്കുവാനുള്ള സാത്താന്യ ശബ്ദമായിരിക്കാം. യേശുവിൻ്റെ രക്തത്താൽ ജയം. ഇന്ന് രാത്രി ശബ്ദങ്ങളെ ജനം വിവേചിക്കട്ടെ. ഹല്ലേലൂയ. ചിലപ്പോൾ മനുഷ്യൻ്റെ ശബ്ദമായിരിക്കാം, അത് ചുമ്മാ പറയുന്നത്. മനുഷ്യൻ പറയുന്ന ശബ്ദം ചുമ്മാ പറയുന്നത് നമുക്ക് ഹാനികരമുണ്ടാക്കണമെന്നില്ല. എന്നാൽ സാത്താൻ പറയുന്ന ശബ്ദം നിങ്ങളെ തകർക്കാനാണ്. കാരണം അവൻ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ കടന്നു വരുന്നതേ ഇല്ല. സ്തോത്രം. അത് നിങ്ങളെ ഡാമേജ് വരുത്തുന്ന ശബ്ദമാണ്. അതെങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ത്രൂ ദ ഡിസേൺമെൻറ്റ്. സ്തോത്രം. ത്രൂ ദ ഡിസേൺമെൻറ്റ്, ദൈവത്തിൻ്റെ വിവേചനത്തിൽ മാത്രമേ നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. സോ നമ്പർ 1, ഒന്ന് മനുഷ്യ ശബ്ദമായിരിക്കാം. 2, സ്തോത്രം, പൈശാചിക ശബ്ദമായിരിക്കാം. നമ്പർ 3 ദൈവ ശബ്ദമായിരിക്കാം. ഇന്ന് രാത്രി ഈ ബൈബിൾ സ്റ്റഡി നിങ്ങൾക്ക് ദൈവ ശബ്ദമായി മുഴങ്ങുമാറാകട്ടെ. ഏതോ ദൈവദാസൻ്റെ എക്സ്പീരിയൻസ് അല്ല നിങ്ങൾക്ക് ആവശ്യം. നിങ്ങൾക്ക് ഇന്ന് രാത്രി ആവശ്യം നിങ്ങളെ പണിയുന്ന, നിങ്ങളുടെ മുറിവുകളെ കെട്ടുന്ന, നിങ്ങളെ ജയിപ്പിക്കുന്ന, നിങ്ങളെ ബലപ്പെടുത്തുന്ന, നിങ്ങളെ തണുപ്പിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദമായി തീരട്ടെ. കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. 14 വാക്യം വരെ സ്തോത്രം, അതെ, പാമ്പിനോട് സംസാരിച്ചു. തൊട്ടടുത്ത വാക്യത്തിൽ ദൈവം അഡ്രസ് ചെയ്യുന്നത്, കോൺഫ്രണ്ട് ചെയ്യുന്നത്, സ്തോത്രം, അതെ, സാത്താനോടാണ് ദൈവം സംസാരിക്കുന്നത്. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞേ. സ്തോത്രം. സോ ദൃശ്യമണ്ഡലത്തോട് സംസാരിച്ചിട്ട് 15 വാക്യമായപ്പോൾ അദൃശ്യമണ്ഡലത്തോട് ദൈവം സംസാരിക്കുകയാണ്. വിവേചനമുള്ളവരായി ജീവിച്ചാട്ടെ. ഞാൻ കൂടെ പറയും, വിവേചനമില്ലെങ്കിൽ എന്തുണ്ടായിരിക്കും? വിവരക്കേടായിരിക്കും ഉള്ളത്. വിവേചനമില്ലെങ്കിൽ നിങ്ങൾക്ക് വിവരക്കേടാണ്. സോ ഈ അന്ത്യകാലത്ത് വന്നെത്തിയിരിക്കുന്ന നമുക്ക് അതിഭയങ്കരമായി അതേ ആവശ്യമായിരിക്കുന്ന, അത്യാവശ്യമായിരിക്കുന്ന വരമേതെന്ന് ചോദിച്ചാൽ, ജയത്തോടെ ജീവിപ്പാൻ, മനുഷ്യൻ്റെയും സാത്താൻ്റെയും ട്രാപ്പുകളിൽ, കെണികളിൽ വീഴാതെ ജീവിപ്പാൻ എനിക്കും നിങ്ങൾക്കും ആവശ്യം, സ്തോത്രം, എന്താണ്? വിവേചനമാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? 3-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ ആത്മീയം പറഞ്ഞിട്ടാ ഈ പാമ്പ് ഹവ്വയുടെ കൂടെ കൂടിയത്. ആത്മീയം പറഞ്ഞിട്ട്. പലതേ നിങ്ങളെ ചതിക്കാൻ വരുന്നത് ഭൗതികം പറഞ്ഞിട്ടില്ല. ചിട്ടി കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മൾ ചലിക്കത്തില്ല. ചിട്ടി കമ്പനി, സ്തോത്രം. LIC പോളിസി എന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യമില്ല. കാറ് പറഞ്ഞാൽ ഓൾറെഡി ഒരെണ്ണം ഉണ്ട്, ഇനി മറ്റൊന്നുകൂടെ എടുക്കാൻ പൈസയില്ല. വീടെന്ന് പറഞ്ഞാൽ, പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ. പക്ഷേ ആത്മീയം എന്ന് പറഞ്ഞാൽ റിയലി നമ്മൾ തിരിഞ്ഞു നോക്കും. ആത്മീയം മനസ്സിലാകുന്നു? ഒന്ന് റിലാക്സ് ചെയ്തിരുന്നേ. ആത്മീയത്തിൻ്റെ മേലാടയിട്ട് പാമ്പിറങ്ങിയിട്ടുണ്ട്. ആത്മീയം പറഞ്ഞിട്ടാണ് കടന്നു വരുന്നത്. പക്ഷേ അവിടെ ബി കെയർഫുൾ. തന്ത്രങ്ങൾ ശത്രു മെനയുമ്പോൾ, ട്രാപ്പുകൾ അവൻ ഒരുക്കുമ്പോൾ, അത് മനുഷ്യ ശബ്ദമാണോ? അത് ദൈവശബ്ദമാണോ? ഇല്ല. നിങ്ങളെ ഒതുക്കാനുള്ള, നിങ്ങളെ തകർക്കാനുള്ള പിശാചിൻ്റെ ശബ്ദമാണ്. ഇൻ ജീസസ് നെയിം. സോ വിവേചനമില്ലെങ്കിൽ നമുക്ക് വിവരക്കേടായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. സോ ദൈവം സംസാരിച്ചത് വിസിബിൾ റിലത്തിൽ മാത്രമല്ല, ഇൻവിസിബിൾ റിലത്തിൽ. ദൈവം വിസിബിൾ റിലത്ത് പാമ്പിനോട് മാത്രമല്ല, അദൃശ്യമണ്ഡലത്തിൽ നിന്ന് സാത്താനോട് സംസാരിച്ചതുപോലെ ഇൻ ജീസസ് നെയിം ഈ മണിക്കൂറുകൾ, ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. വിസിബിൾ റിലത്തോടും ഇൻവിസിബിൾ റിലത്തോടും സംസാരിച്ച്, ദൃശ്യമണ്ഡലത്തോടും അദൃശ്യമണ്ഡലത്തോടും സംസാരിച്ച് ജയിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. വീണ്ടും 2 ഉദാഹരണം കൂടെ ഞാൻ പറയാം. ദൈവം ദൃശ്യമണ്ഡലത്തോട് സംസാരിച്ചത്, അദൃശ്യമണ്ഡലത്തോടും സംസാരിച്ചത്. എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അവിടെ കിങ് ഓഫ് ടയർ അഥവാ സോറിൻ്റെ രാജാവിനോട് സംസാരിക്കുകയാണ്. സ്തോത്രം. എസെക്കിയേൽ പ്രവചനം 28:1 മുതൽ താഴേക്ക്. ആ 10 വാക്യം വായിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ആ 10 വാക്യം വായിക്കാം. വീട്ടിലെ വെച്ച് വായിക്കുന്നില്ല, നമുക്കൊന്ന് വായിച്ചു പോകാം. സ്തോത്രം. എസെക്കിയേൽ പ്രവചനം 28:1 മുതൽ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സോർ എന്ന് പറഞ്ഞാൽ ടയർ, പ്രഭുവിനോട്
പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഹൃദയം നിഗളിച്ചു പോയി, നീ ദൈവമല്ല, മനുഷ്യൻ മാത്രമായിരിക്കെ. അണ്ടർലൈൻ ചെയ്യും, അവൻ മനുഷ്യനാണ്. മനുഷ്യൻ മാത്രമായിരിക്കെ ഞാൻ ദൈവമാകുന്നു, ഞാൻ സമുദ്രമധ്യേ ദൈവാസനത്തിൽ ഇരിക്കുന്നു എന്ന് നീ പറഞ്ഞു. നീ ദൈവഭാവം നടിച്ചതുകൊണ്ട് നീ ദാനിയേലും ജ്ഞാനിയല്ലയോ? നീ അറിയാതെ വണ്ണം മറച്ചു വെക്കാവുന്ന ഒരു രഹസ്യമില്ല. നിന്റെ ജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും നീ ധനം സമ്പാദിച്ച് പൊന്നും വെള്ളിയും നിന്റെ ഭണ്ഡാരത്തിൽ സംഗ്രഹിച്ചു വച്ചു. നീ മഹാജ്ഞാനം കൊണ്ട് കച്ചവടത്താൽ ധനം വർദ്ധിപ്പിച്ചു. നിന്റെ ഹൃദയം ധനം നിമിത്തം ഗർവിച്ചുമിരിക്കുന്നു. അതുകൊണ്ട് തന്നെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ ദൈവഭാവം നടിക്കിയാൽ ഞാൻ ജാതികളെ ഉഗ്രന്മാരായ അന്യജാതിക്കാരെ നിന്റെ നേരെ വരുത്തും. അവർ നിന്റെ ജ്ഞാനശോഭയുടെ നേരെ വാളൂരി നിന്റെ പ്രഭയെ അശുദ്ധമാക്കും. അവർ നിന്നെ കുഴിയിൽ ഇറക്കുമാറാക്കും. നീ സമുദ്രമത്തെ നിഹതന്മാരെ പോലെ സമുദ്രമത്തെ മരിക്കും. നിന്നെ കുത്തിക്കൊല്ലുന്നവൻ്റെ കയ്യിൽ നീ ദൈവമല്ല, മനുഷ്യൻ മാത്രമായിരിക്കെ നിന്നെ കൊല്ലുന്നവൻ്റെ മുൻപിൽ ഞാൻ ദൈവമെന്ന് നീ പറയുമോ? 10-ാം വാക്യം, അന്യജാതിക്കാരുടെ കയ്യാൽ നീ അഗ്രചർമ്മികളെ പോലെ മരിക്കും, ഞാൻ അത് കൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു. വല്ലോ മനസ്സിലായോ? സ്തോത്രം. ഇത് അതെ സോർ അഥവാ ടയർ എന്നറിയപ്പെടുന്നതായ പട്ടണത്തെക്കുറിച്ച് സ്തോത്രം എസെക്കിയേൽ പ്രവചിച്ചതായ ഒരു പ്രവചനമാണ്. ഈ പട്ടണത്തിൻ്റെ 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് വൻകരയോട് ചേർന്ന് കിടക്കുന്ന തിരുവനന്തപുരം പോലെയുള്ള ഒരു സ്ഥലം. ഒന്ന് ചിന്തിച്ചാട്ടെ, ഒരു 1/2 മൈൽ അല്ലെങ്കിൽ 3/4 മൈൽ ഉള്ളിലുള്ള ഒരു വലിയ ദ്വീപും കൂടെ ഒന്ന് ചിന്തിച്ചാട്ടെ. ഒരു വലിയ ദ്വീപ്. സ്തോത്രം. അങ്ങനെ കിടന്നതായ ഒരു പട്ടണമാണ് ഈ സോറ്. അപ്പോൾ ഈ സോർ പട്ടണം സ്തോത്രം ഗർവിച്ചു. കാരണം അവർക്ക് ധാരാളം വെള്ളിയുണ്ട്, അവർക്ക് പൊന്നുണ്ട്. അവർ സ്തോത്രം അതെ മർച്ചൻ്റ് നേവി ആയിരുന്നു. അവർക്ക് കാലത്തെ ലോകത്തിലെ ഏറ്റവും വലിയ നേവൽ ബേസ് ആയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കച്ചവട കപ്പൽ. നിങ്ങൾ എത്ര പേർ തർസീസ് കപ്പലുകൾ എന്ന് കേട്ടിട്ടുണ്ട്? തർസീസ് കപ്പലുകൾ ഏറ്റവും റിച്ച് മർച്ചൻസ് ആയിരുന്നു. ഏറ്റവും ഭയങ്കര ബിസിനസ് സെൻ്റർ ആയിരുന്നു അത്. ഇന്നത്തെ ഒരു പക്ഷേ ന്യൂയോർക്ക് പോലെ അല്ലെങ്കിൽ അതിൻ്റെ തത്തുല്യമായിട്ടുള്ള വലിയ ഒരു പട്ടണം പറഞ്ഞേ. സോ അന്ന് അതിന് തുല്യമായി, ഈ സോറിന് തുല്യമായി ഒരു പട്ടണം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സമ്പത്ത്, അതിഭയങ്കരമായ സമ്പത്ത് വർഷിച്ചപ്പോൾ ഇവൻ നിഗളിച്ചു. എന്നിട്ട് പറഞ്ഞു, ജാതികളെ നിനക്ക് എതിരെ ഞാൻ അയക്കുമെന്ന്. 2 ജാതികൾ ഇവർക്ക് നേരെ കടന്നു വന്നു. ഒന്ന് നെബൂഖദ്നേസർ രാജാവ് കടന്നു വന്നു. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് കടന്നു വന്നപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഏറ്റവും വലിയ നാവികസേന ഇവർക്കുണ്ടായിരുന്നു, ഏറ്റവും വലിയ കപ്പലുകൾ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ സ്തോത്രം ഈ നെബൂഖദ്നേസർ രാജാവ് ബാബേലിൽ നിന്ന് കടന്നു വന്ന് ഇവരെ ഞെരുക്കിയപ്പോൾ ഇവിടെ മുഴുവൻ സമ്പാദ്യങ്ങളെ, ഇവിടെ മുഴുവൻ ആൾക്കാരെ ഒക്കെ സ്തോത്രം ഇവരെ കോട്ടയ്ക്കകത്താണ് താമസിക്കുന്നത്. നെബൂഖദ്നേസർ കോട്ടയിൽ നിന്ന് നോക്കുക, അകത്തുനിന്ന് നടക്കുന്നെന്ന് നെബൂഖദ്നേസറിന് അറിയത്തില്ല. സ്തോത്രം. ആ കോട്ടയ്ക്കകത്ത് നിന്ന് അവർ ഈ കപ്പലിൽ കയറ്റി അപ്പുറത്തുള്ളതായ 1/2 മൈലിനപ്പുറത്ത് അല്ലെങ്കിൽ 3/4 മൈലിനപ്പുറത്തുള്ളതായ ആ ദ്വീപിലേക്ക് അവർ മുഴുവൻ മാറ്റി. ആ ദ്വീപിലേക്ക് മുഴുവൻ സ്ത്രീകളെ, കുട്ടികളെ, സമ്പത്തിനെ മുഴുവൻ സ്തോത്രവൻ മാറ്റിക്കളഞ്ഞു. നെബൂഖദ്നേസർ രാജാവ് വന്ന് ആ കോട്ട പൊളിച്ചു നോക്കുമ്പോഴേക്കും അത് ശൂന്യമായിരുന്നു, അവിടെ ഒന്നുമില്ല. സോ നെബൂഖദ്നേസറിന് അതിന് ജയിപ്പാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ പ്രവചനം നിറവേറി. സമുദ്രമധ്യത്തിൽ അവൻ അഹങ്കരിച്ചിരിക്കുകയാണ്. വാൾ കൊണ്ട് കൊല്ലത്തക്ക ആ വിധത്തിലായിത്തീർന്നു. ആ പ്രവചനം നിറവേറിയത് അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ കാലത്താണ്, അലക്സാണ്ടർ രാജാവിൻ്റെ കാലത്താണ്. നെബൂഖദ്നേസർ വൻകരയിൽ നിന്ന് കരയിൽ നിന്ന് നോക്കിയിട്ട് തിരിച്ചുപോയി. പക്ഷേ അലക്സാണ്ടർ അങ്ങനെ തിരിച്ചുപോയില്ല. നിങ്ങൾക്കറിയാം, ചരിത്രം അറിയാവുന്നവർ, അലക്സാണ്ടർ, സ്തോത്രം, നെപ്പോളിയൻ തുടങ്ങിയവർ അതിശ്രേഷ്ഠരായ യുദ്ധത്തിൻ്റെ എവറസ്റ്റ് കണ്ടവരാണ്. അലക്സാണ്ടർ തിരിച്ചു പോകത്തില്ല. ഈ പ്രവചനം നിറവേറണം. അലക്സാണ്ടർ ശക്തനായതുകൊണ്ടല്ല, ഈ പ്രവചനം നിറവേറണമെന്നുള്ളത് കൊണ്ടാണ്. ഓ ഖമാൻ, ഒരിക്കൽ കൂടെ. അലക്സാണ്ടർ ശക്തനായതുകൊണ്ടല്ല, പകരം ഈ പ്രവചനം നിറവേറണം. ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്നതായ വചനം ഒരിക്കലും ഇന്ന് രാത്രി ഒരിക്കലും വൃഥാവായി മടങ്ങി വരികയില്ല. അതയച്ച കാര്യം നിവർത്തിക്കും. അതിന് അതേ അലക്സാണ്ടർ നിമിത്തമായി, കാരണമായി. ദാറ്റ്സ് ഓൾ. സോ അലക്സാണ്ടർ എന്താ ചെയ്തേ? കോട്ടകളെ പൊട്ടിച്ച് അലക്സാണ്ടർ പറഞ്ഞു, ആ സമുദ്രത്തിലിട്, ആ കെട്ടിടങ്ങളെ പൊട്ടിച്ച് സമുദ്രത്തിലിട്, ആ പാറകളെ, കല്ലുകളെ ഇട്ട് സമുദ്രത്തിലിട്. എന്നിട്ട് അദ്ദേഹം വലിയൊരു ഹൈവേ ആ ദ്വീപിലേക്ക് ഒരുക്കി. ആ ഹൈവേയിലൂടെ അവർ നടന്നു. ആ ഹൈവേയിലൂടെ നടന്ന് സമുദ്രം നികത്തി 1/2 മൈലോളം ഉള്ളതായ ആ ദ്വീപിലേക്ക് ഒരു വലിയൊരു രാജവീതി പോലെ വലിയൊരു പാത ഒരുക്കി അതിലേക്ക് കടന്നുപോയി. സ്തോത്രം. സോർ അഥവാ
ടയർ എന്നറിയപ്പെടുന്ന ആ പട്ടണത്തെ കീഴടക്കി അവിടുത്തെ രാജാവിനെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. അപ്പോൾ ആദ്യത്തെ 10 വാക്യം ഏത് അധ്യായം? എസ്കേൽ 28 ആദ്യത്തെ 10 വാക്യം പറയുന്നത് ഒരു ഫിസിക്കൽ കിങ്ങിനെ കുറിച്ചാണ്, ഒരു മനുഷ്യനായ ഒരു കിങ്ങിനെ കുറിച്ച്, മനുഷ്യനായ ഒരു രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ രാമേൻ പറഞ്ഞേ. ആദ്യത്തെ 10 വാക്യം ഒരു വലിയ ഉന്നതനായ, ഏറ്റവും ധനികനായ, സ്തോത്രം, അതേ പ്രസിദ്ധനായ, ലോകത്തിൽ ഏറ്റവും വലിയ നാവിക സൈന്യമുണ്ടായിരുന്ന ഒരു രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ശ്രദ്ധിക്കുക, ഇനി അടുത്ത് പാമ്പിനോട് സംസാരിച്ചു. തൊട്ടടുത്ത് all of a sudden ആരോട് സംസാരിച്ചു? സാത്താനോട് സംസാരിച്ചു. എക്സാക്ട്ലി ദ സെയിം തിങ് ഈസ് ഹാപ്പനിങ് ഹിയർ. എസ്കേൽ 28 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. അവിടെ ഇതാ സ്തോത്രം, ദൈവം ഭാവമണ്ഡലത്തിൽ നിന്ന് ആത്മമണ്ഡലത്തെ നോക്കി സംസാരിക്കുന്നു. 11 വാക്യം മുതൽ ശബ്ദമുയർത്തി വായിച്ച യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി. അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യപൂർണനും തന്നെ, നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായി. അയ്യോ, ഈ സോർ രാജാവ് എപ്പോഴാണ് ഏദനിൽ പോയത്? അവൻ ഏതനിലായിരുന്നു? നോക്കിയേ, താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ, അയ്യോ, നിന്നെ തീർത്ത നാളിൽ, ദാറ്റ് മീൻസ് നിന്നെ ക്രിയേറ്റ് ചെയ്ത നാളിൽ, നിന്നെ സൃഷ്ടിച്ച നാളിൽ. നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടോ? നിന്നെ സൃഷ്ടിച്ച നാളിൽ. നമ്മൾ സൃഷ്ടിക്കപ്പെട്ടതല്ല, നമ്മൾ ജനിച്ചതാ. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് നമ്മൾ ജനിച്ചു വന്നതാ. സൃഷ്ടിച്ചതാരാ? സ്തോത്രം, ആദാമിനെയാണ് ദൈവം സൃഷ്ടിച്ചത്. ആദാമിനെ മാത്രമേ ഈ എന്നെ സൃഷ്ടിച്ചു എന്ന് പറയാൻ കഴിയത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും ജനിച്ചതാണ്. കമോൺ. പക്ഷെ ഇവിടെ ഇതാ സോർ രാജാവ് എന്ന പദത്തിൽ ദൈവം പറയുന്നു, സ്തോത്രം, അതെ, നിന്നെ സൃഷ്ടിച്ചത് നാളിൽ, നിന്നെ തീർത്ത നാളിൽ, ദാറ്റ് മീൻസ് ക്രിയേറ്റ്, അതെ, നിന്നെ സൃഷ്ടിച്ച നാളിൽ നിന്നിൽ ഉള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ട് ഉള്ളതായിരുന്നു. അടുത്ത്, നീ അവൻ ആരാണ്? അടുത്ത നോക്ക്, നീ ചിറക് മറയ്ക്കുന്ന കെരൂബാകുന്നു. നേരത്തെ പറഞ്ഞത് മനുഷ്യനാകുന്നു. നേരത്തെ പറഞ്ഞ രാജാവ് ആരാണ്? മനുഷ്യനാണ്. ഇവിടെ നോക്കിയേ, നീ ചിറക് വിടർത്തുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോകുന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ ആരായിരുന്നു? നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞ് നീ പാപം ചെയ്ത്, അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. ലാസ്റ്റ് ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് നിർത്താം. നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു, നിന്റെ പ്രഭ നിമിത്തം നീ തൻ്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്തെ തള്ളിയിട്ട് രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുൻപിൽ ഇട്ട് കളഞ്ഞു. ഇത്രയും മനസ്സിലായവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. എന്തെങ്കിലും വായിച്ചവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. മനസ്സിലായ? ഓക്കെ, നിങ്ങൾക്ക് ചിലർ മനസ്സിലാക്കി. സ്തോത്രം. ആദ്യത്തെ 10 വാക്യങ്ങൾ ഒരു ലോക്കൽ രാജാവിനെ കുറിച്ച്, അല്ലെങ്കിൽ റീജിയണൽ രാജാവിനെ കുറിച്ച്, ആ രാജ്യത്തിൻ്റെ രാജാവിനെ കുറിച്ച് പറഞ്ഞിട്ട്, ഹീസ് എ മാൻ, അദ്ദേഹം ഒരു പൂർണ്ണ മനുഷ്യനാണ്. പിന്നെ പറയുന്നത് ഒരു കെരൂബിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അർത്ഥം, സാത്താനോട് സംസാരിക്കുന്നത്. നോക്കുമ്പോൾ ദൃശ്യമണ്ഡലത്തോട് സംസാരിച്ച് ദൈവം വളരെ പെട്ടെന്ന് അദൃശ്യമണ്ഡലത്തോട് സംസാരിക്കുന്നു. കമാൺ, നിങ്ങൾക്കൊരു പ്രവചന ശബ്ദമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ ദേശത്തിൽ പ്രൊഫറ്റിക് ഓഫീസിൽ പ്രവചന ആത്മാവിൽ നിറയപ്പെട്ട ഒരു സഹോദരിയായി, ഒരു സഹോദരനായി ദൈവം നിങ്ങളെ ഇരുത്തിയിരിക്കുന്നെങ്കിൽ 2 മണ്ഡലത്തിൽ ഒരുപോലെ നിങ്ങളുടെ ശബ്ദം മുഴങ്ങും. ഒന്ന് ഫിസിക്കൽ റലത്തിൽ മുഴങ്ങും, മറ്റൊന്ന് ഇൻവിസിബിൾ റലത്തിൽ മുഴങ്ങും. ദൈവം സംസാരിച്ചു. ദൈവം ഒരു വട്ടം സംസാരിച്ചു, ഞാൻ 2 വട്ടം കേട്ടിരിക്കുന്നു. അർത്ഥം, സ്തോത്രം, ഒന്ന് ഭൗമമണ്ഡലത്തിൽ ഞാൻ കേട്ടു, മറ്റൊന്ന് ആത്മമണ്ഡലത്തിൽ ഞാൻ കേട്ടു. മനസ്സിലായ? രാമേൻ പറഞ്ഞാട്. സ്തോത്രം. ഇവിടെ ഇതാ ദൈവം ദൃശ്യമണ്ഡലത്തിൽ സോർ പ്രഭുവിനോട് ദൈവം സംസാരിക്കുന്നു, സോർ രാജാവിനോട് ദൈവം സംസാരിക്കുന്നു, സാത്താനോട് ദൈവം സംസാരിക്കുന്നു. എന്താണ്? സ്തോത്രം, നീ ഒരു കെരൂബാണ്, നീ ദൈവത്തിൻ്റെ ഏതേനിലാണ്, നിന്റെ ഹൃദയം സാഹസം കൊണ്ട്, ദാറ്റ് മീൻസ് പ്രൈഡ്,
ഗബ്രിയേലിനില്ലാത്തത്, ഈ മിഖായേലിനില്ലാത്തത്, അപ്പുറത്തെ മിഖായേലിനില്ലാത്തത്, ഈ ഗബ്രിയേലിനില്ലാത്തത് എനിക്കുണ്ട്. കൂടെ ഞാൻ പറയാറുണ്ട്, ഒരിക്കലും സൈഡിൽ നോക്കി കമ്പയർ ചെയ്യല്ല. എവർക്കില്ലാത്തത് സൈഡിൽ നോക്കിയാൽ നമുക്ക് തോന്നും നമ്മൾ ഏതാണ്ടൊക്കെ ആണെന്ന്. അപ്പോൾ സൈഡിൽ നോക്കി നമുക്ക് പ്രൈഡ് ഉണ്ടാകല്ല. മേലോട്ട് നോക്കി ദൈവത്തിന് മുൻപിൽ ഒന്നും നേടിയതല്ലപ്പാ, എല്ലാം തന്നതാണ് എന്ന് പറയണം. ഹല്ലേലൂയ. മേലോട്ട് നോക്കിക്കൊള്ളാം. മനസ്സിലായോ? ആമേൻ പറഞ്ഞാണ്ട്. അപ്പോൾ ഉൽപ്പത്തി 3 എസെക്കിയേൽ 28 ദൈവം ഭൗമമണ്ഡലത്തിൽ സ്തോത്രം ദൃശ്യമായ മണ്ഡലത്തിൽ സംസാരിക്കുന്നു, അതുപോലെ അദൃശ്യമായ മണ്ഡലത്തിലും സംസാരിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വന്നാട്ടെ. ഓൾ ദ വേ ടു ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 16, മത്തായി സുവിശേഷം 16 യേശു കർത്താവ് ഫിലിപ്പിൻ്റെ കൈസരയിൽ വന്നിരിക്കുകയാണ്. ഫിലിപ്പിൻ്റെ കൈസരയിൽ വന്നിട്ട് ഒരു ചോദ്യം യേശു ചോദിച്ചു. ഒരു ചോദ്യം ചോദിച്ചപ്പോൾ 5 ഉത്തരം കർത്താവിന് കിട്ടി. ഒരു ചോദ്യവും 5 ഉത്തരവും. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? ഒരു ചോദ്യം 5 ഉത്തരവും. പറഞ്ഞാട്ടെ, ഏതാണ് ചോദ്യം, ഏതാണ് ഉത്തരം? യേശു ചോദിച്ച ചോദ്യം, മനുഷ്യപുത്രനെ ജനം ആർ എന്ന് പറയുന്നു. അതേ ചോദ്യം കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രനെ നിങ്ങൾ ആർ എന്ന് പറയുന്നു. ജനം ആർ എന്ന് പറയുന്നു, നിങ്ങൾ ആർ എന്ന് പറയുന്നു. സ്തോത്രം. അപ്പോൾ ജനം ആർ എന്ന് പറയുമ്പോൾ എന്നെ ആരെന്ന് പറയുന്നു. രണ്ടും കൂടി ഒരുമിച്ച് കമ്പയർ ചെയ്ത് പറഞ്ഞാട്ടെ. മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു. 5 ഉത്തരമാണ് അവർ പറഞ്ഞത്. നീ സ്തോത്രം ആരാണ്? യോഹന്നാൻ സ്നാപകനാണ്, ഏലിയാവാണ്, പിന്നെ യിരെമ്യാവാണ്, പ്രവാചകന്മാരിൽ ഒരുത്തനാണ്. സ്തോത്രം. എന്നിട്ട് പത്രോസ് നല്ല ശിഷ്യനാണ്. പത്രോസ് 12 അപ്പോസ്തലന്മാരെ നിങ്ങൾ പഠിച്ചാൽ, ഒരിക്കൽ കൂടെ 12 അപ്പോസ്തലന്മാരെ നിങ്ങൾ പഠിച്ചാൽ പ്രോമിനൻ്റ് അപ്പോസ്തലാണ് സ്തോത്രം പത്രോസ്. പ്രധാനപ്പെട്ടതായ അപ്പോസ്തലാണ് സ്തോത്രം. അതെ, പത്രോസ് പ്രധാനപ്പെട്ട ശിഷ്യനാണ് പത്രോസ്. ഞാൻ ഈ ശിഷ്യന്മാരെ കുറിച്ച് ധാരാളം പ്രസംഗിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത്. ബിലവഡ്, ഏറ്റവും പ്രിയ ശിഷ്യൻ യോഹന്നാൻ, വെളിപ്പാടിൻ്റെ അതേ അപ്പോസ്തലൻ അല്ലെങ്കിൽ ശിഷ്യൻ പൗലൂസ്, അതുപോലെ രഹസ്യ ശിഷ്യന്മാർ ആരൊക്കെയാണ്? നിക്കോദെമസ്, അരിമത്യയിലെ യോസെഫ്, അതുപോലെ പ്രോമിനന്റ് ഡിസൈപ്പിൾ, പ്രധാനപ്പെട്ട ശിഷ്യൻ ആരാണ്? പത്രോസാണ്. അപ്പോൾ ബാക്കിയുള്ള 11 പേർ മിണ്ടാതെ നിൽക്കുമ്പോൾ മനുഷ്യപുത്രൻ ആരെന്ന് ഫിലിപ്പിൻ്റെ കൈസരയിൽ വെച്ച് യേശു ചോദിക്കുകയാണ്. മനുഷ്യപുത്രൻ ആരെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പത്രോസ് മുന്നിലേക്ക് വന്ന് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. വണ്ടർഫുൾ. കറക്റ്റ് റെവലേഷനാണ്. ജനം അറിയാത്തത്, കൂടെ നിന്ന് 11 പേർക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് പത്രോസ് തിരിച്ചറിഞ്ഞ് പറയുന്നു, സ്തോത്രം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഇറ്റ്സ് നോട്ട് an information, it's not an information, rather than it's a revelation. അതൊരു വിവരമല്ല, ഒരു 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 മനുഷ്യൻ്റെ ഒരു അനുമാനമല്ല, പകരം അതൊരു വെളിപ്പാടാണ്. അതൊരു വെളിപ്പാടാണ്. അത് കേട്ടപ്പോൾ കർത്താവിന് ആവേശമുണ്ടായി. കാരണം ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, അല്ലെങ്കിൽ യേശു അപ്പച്ചൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, ആവേശമാണ്. നമ്മൾ എന്തിനാൽ നിറഞ്ഞിരിക്കണം? നമ്മൾ ദൈവത്തിൻ്റെ വെളിപ്പാടിൽ നിറഞ്ഞിരിക്കണം. ഒരിക്കൽ കൂടെ, ആർക്കും വേണ്ടേ? നിങ്ങളുടെ അലമാരികൾ പ്രോപ്പർട്ടി ഡീഡുകൾ നിറഞ്ഞിരിക്കുന്നതിനേക്കാൾ, പ്രമാണം കേട്ടിട്ടുണ്ടോ? ഇതുപോലെ പ്രോപ്പർട്ടി ഡീഡുകൾ നിറഞ്ഞിരിക്കുന്നതിനേക്കാൾ, നിങ്ങളുടെ അക്കൗണ്ടിൽ കോടികൾ നിറഞ്ഞിരിക്കുന്നതിനേക്കാൾ ഏറ്റവും സ്വർഗത്തിന് സന്തോഷമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഡിവൈൻ റെവലേഷൻ നിറഞ്ഞിരിക്കണം. കാരണം ജനം നടക്കേണ്ടത് ഇൻഫർമേഷനിലല്ല, ജനം നടക്കേണ്ടത് റെവലേഷനിലാണ്. ജനം നടക്കേണ്ടത് ദൈവിക വെളിപ്പാടിലാണ്. കേട്ടവർ ആമേൻ പറഞ്ഞാട്. സ്തോത്രം. തിരുവചനം പറയുന്നു, പ്രിയ സഹോദരങ്ങളെ, പത്രോസ് മാത്രം പറഞ്ഞു, സ്തോത്രം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. എന്നാൽ അല്പം വാക്യങ്ങൾ താഴേക്ക് നിങ്ങൾ വായിച്ചു നോക്കിയാൽ അതിൻ്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ, മത്തായി സുവിശേഷം 16 23-ാം വാക്യം വായിക്കുമ്പോൾ ഉടനെ കർത്താവ് ഇത് കേട്ടിട്ട് ഇപ്രകാരം പറഞ്ഞു, സ്തോത്രം, ഹേ പത്രോസേ, ഞാനിത് ക്രൂശിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. യേശു കർത്താവ് ക്രൂശിക്കപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഉടനെ നേരത്തെ റെവലേഷൻ പറഞ്ഞ അപ്പോസ്തലൻ, കേക്ക്, നേരത്തെ റെവലേഷൻ വെളിപ്പാട് പറഞ്ഞ പത്രോസ് യേശു കർത്താവിനെ തടുത്തിട്ട് പറഞ്ഞു, നോ, ഒരിക്കലും പാടില്ല, ഒരിക്കലും ക്രൂശിക്കപ്പെടാൻ പാടില്ല. നിങ്ങൾ ഈ മിഡിൽ ലൈഫ് ക്രൈസിസ് എന്ന് എത്ര പേർ കേട്ടിട്ടുണ്ട്? മിഡിൽ ലൈഫ് ക്രൈസിസ്. പത്രോസ് ആ ഒരു ഐഡിയയിലായിരിക്കാൻ പറഞ്ഞത്. നിനക്ക് ഈ മിഡിൽ ലൈഫ് ക്രൈസിസ് ആണ് ഇപ്പോൾ വന്നേക്കുന്നത്. നിനക്ക് ഇടയ്ക്ക് ഇങ്ങനെ അബദ്ധമൊക്കെ തോന്നും. ഒരിക്കലും ചെയ്യല്ല. ജനം ഇങ്ങനെ കൂടി വരികയാണ്. നിൻ്റെ പോപ്പുലാരിറ്റി ആ സിറിയയിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ വർദ്ധിക്കുകയാണ്. സ്തോത്രം. ഇങ്ങനെ ഇപ്പോൾ അങ്ങനെ ഒന്നും നീ നെഗറ്റീവ് പറയല്ലേ. അയ്യോ, ഒരിക്കലും നീ ക്രൂശിക്കപ്പെടാൻ പാടില്ല. അപ്പം നേരത്തെ പറഞ്ഞ റെവലേഷനാണ്.
ദൈവശബ്ദമാണ് പറഞ്ഞത്. ഒരിക്കലും പറഞ്ഞേ റെവലേഷൻ അല്ലെങ്കിൽ വെളിപ്പാട്. പറഞ്ഞാട്ടെ വെളിപ്പാട്. വെളിപ്പാട് എന്തോ ശബ്ദമാണ്? ലൈബ്രറി ശബ്ദമല്ല, യൂണിവേഴ്സിറ്റി ശബ്ദമല്ല, മനുഷ്യ ശബ്ദമല്ല. റെവലേഷൻ, വെളിപ്പാടെന്ന് പറയുന്ന ദൈവശബ്ദമാണ്. ഒരിക്കലൂടെ വെളിപ്പാടെന്ന് പറയുന്നത് ദൈവശബ്ദമാണ്. ആ വെളിപ്പാട് നമ്മെ പണിയുന്നതാണ്. വെളിപ്പാട് നമ്മെ പണിയുന്നതാണ്. സ്തോത്രം. അപ്പോൾ വെളിപ്പാട് പറഞ്ഞ സെയിം പേഴ്സൺ, വെളിപ്പാട് പറഞ്ഞ അതേ നാവ് കൊണ്ട് ഓൾ ഓഫ് എ സഡൻ അവൻ പെട്ടെന്ന് മാറിയിട്ട് ഒരിക്കലും നീ ക്രൂശിക്കപ്പെടാൻ പാടില്ലെന്ന് യേശുവിനും ക്രൂശിനും മധ്യത്തിൽ നിന്ന് പത്രോസ് ഇതാ സംസാരിക്കുകയാണ്. ഞാനിങ്ങനെ നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരെ ഏതവൾ നിന്നാലും യേശു കർത്താവ് പറയും, സാത്താനെ എന്നെ വിട്ടുപോ. ഉറങ്ങിയിരുന്ന ആരാണ്ട് കണ്ണുറന്നു. ഒരിക്കൽ കൂടെ, ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരെ ആര് നിന്നാലും, ആണായാലും ശരി, പെണ്ണായാലും ശരി, കറുത്തതായാലും ശരി, വെളുത്തതായാലും ശരി, കെട്ടിയതായാലും ശരി, കെട്ടാത്തതായാലും ശരി, സ്ലിമ്മായാലും ശരി, ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് അടുപ്പിക്കുന്നവരാണ് നിനക്ക് വേണ്ടിയത്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് അകറ്റുന്നവരാണോ മറ്റവൻ, അവനായിരിക്കും സംസാരിക്കുന്നത്. അവിടെ കർത്താവ് കണ്ണടച്ച് തിരിഞ്ഞല്ല നടന്നത്. ഉടനെ യേശു കർത്താവ് കൊടുത്തു, സാത്താനെ എന്നെ വിട്ടു പോ. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് ആ പെർമിഷൻ നൽകിയാണ്, ഫ്രീഡം ടു ടോക്ക്. അത് അച്ചായൻ്റെ ഒരു ബലഹീനത എന്ന് വിഴുങ്ങിയല്ല ചെയ്യേണ്ടത്, ഉടനെ കൊടുക്കണം. കാരണം അവിടെ നിങ്ങൾ മൗനമായിരുന്നാൽ ഇന്ന് നിലത്ത് നിൽക്കുന്നവൻ നാളെ തലയിൽ കയറും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഉടനെ നിങ്ങൾ ആ ശത്രുവിൻ്റെ തന്ത്രത്തെ കണ്ട്, ശത്രുവിൻ്റെ ശബ്ദത്തെ, അവൻ്റെ ശബ്ദത്തിന് എതിരെ ദൈവകൃപയാൽ ദൈവ ശബ്ദം മുഴങ്ങണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ പല ആൾക്കാരെ കണ്ടിരിക്കാം, പല ദൈവദാസന്മാരെ കണ്ടിരിക്കാം, പല ആളുകളെ അവർ കണ്ടിരിക്കാം. നോ, ഐ എം നോട്ട് വൺ ഓഫ് ദാറ്റ് കാറ്റഗറി. ധാരാളം പ്രവാചകന്മാർ ഇവിടെ വന്നിട്ടുണ്ട് പത്രോസെ, പല ദൈവദാസന്മാർ വന്നിട്ടുണ്ട്. നോ, ഞാൻ വന്നത് എൻ്റെ ഇഷ്ടം ചെയ്യുവാനല്ല പത്രോസെ, ഞാനായിരിക്കുന്നത് എൻ്റെ ഇഷ്ടം ചെയ്യുവാനല്ല, അവൻ്റെ ഇഷ്ടം ചെയ്ത് അത് തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. അതുകൊണ്ട് സാത്താനെ എന്നെ വിട്ടു പോ. എനിക്ക് ഗദശമന ഉണ്ടായിരിക്കാം, എനിക്ക് ചാട്ടവാറുണ്ടായിരിക്കാം, എനിക്ക് മുൾക്കിരീടം ഉണ്ടായിരിക്കാം, എനിക്ക് ഗോൽഗോത്ത ഉണ്ടായിരിക്കാം. പക്ഷേ അത് 3 ദിവസത്തെ കാര്യം മാത്രമേ ഉള്ളൂ. അതിന് കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ദൃശ്യമണ്ഡലത്തിലും അദൃശ്യമണ്ഡലത്തെ നോക്കി യേശു കർത്താവൻ സംസാരിച്ചു. പിതാവായ ദൈവം പ്രവാചകരുടെ എസെക്കിയേലിലൂടെ ദൃശ്യമണ്ഡലത്തിലും അദൃശ്യമണ്ഡലത്തിലും സംസാരിച്ചു. അതേ യഹോവയാം ദൈവം 3-ാം അധ്യായം, ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ ദൃശ്യമണ്ഡലത്തെയും അദൃശ്യമണ്ഡലത്തെയും നോക്കി സംസാരിച്ചു. എക്സാക്ട്ലി ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് അതേ കർത്താവ്, എല്ലാ വിഗ്രഹങ്ങളും അവിടെയുണ്ട്, നിങ്ങൾക്കറിയാം. ഫിലിപ്പിൻ്റെ കൈസരിയ എല്ലാ സർവ്വമത സമ്മേളന നഗരിയാണത്. ഒരിക്കൽ കൂടെ, സർവ്വമത സമ്മേളന നഗരിയാണത്. ഏത്? ഫിലിപ്പിൻ്റെ കൈസരിയ. ഫിലിപ്പിൻ്റെ കൈസരിയ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്നാണ് പാതാള ഗോപുരങ്ങൾ. അപ്പോൾ അതിനപ്പുറം പറയേണ്ട കാര്യമില്ലല്ലോ. പാതാള ഗോപുരം എന്നറിയപ്പെടുന്ന സ്ഥലം എവിടെയുണ്ട്? സ്തോത്രം, ഫിലിപ്പിൻ്റെ കൈസരിയ. അത് നോക്കിയിട്ട് യേശു കർത്താവ് പറയുന്നത്, I will raise my church and no gates of hell cannot prevail against it. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതേ സ്ഥലത്ത് വെച്ച്, സെയിം സ്ഥലത്ത് വെച്ച് യേശു പറയുന്നത്. യേശു കർത്താവിനെ സ്തോത്രം ഫേസ് ടു ഫേസ് കാണാം. അതൊരു ലാം മോഡിൽ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നില്ല, കുഞ്ഞാടിൻ്റെ ശബ്ദത്തിൽ അവൻ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നില്ല. നിശ്ചയമായിട്ട് ഒരു കാട്ടിൽ ഇറങ്ങി നിന്ന് എന്ന സിംഹം ഗർജിക്കുന്ന പോലെ, ആ സിംഹ ഗർജനം പോലെ ജയത്തിൻ്റെ കർത്താവ്, വിശുദ്ധിയുടെ കർത്താവ്, വിടുതലിൻ്റെ കർത്താവ്, ഹല്ലേലൂയ, ഇപ്രകാരം പറഞ്ഞു, I am going to raise my church. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. അപ്പോൾ അത് പറയുമ്പോഴാണ് സാത്താൻ സെയിം പത്രോസിനെ കൊണ്ടുവന്ന് സ്തോത്രം ട്വിസ്റ്റ് ചെയ്ത് പറയുന്നത്, അയ്യോ അത് പാടില്ല, നീ ക്രൂശിക്കപ്പെടുവാൻ പാടില്ല. സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ പദ്ധതിയുമായി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സ്തോത്രം പല വ്യക്തികൾ വന്ന് പറയാം. വലിയപ്പനായിരിക്കാം, കൊച്ചപ്പനായിരിക്കാം, അങ്കിളായിരിക്കാം, ആൻറ്റി ആയിരിക്കാം, കൂടെ പഠിച്ചവരായിരിക്കാം, പലരായിരിക്കാം വന്ന് പറയുന്നത്. ഈവൻ ദൈവദാസന്മാർ പോലും പറയാം എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. ഇവിടെ ഒരു ശിഷ്യനാ പറഞ്ഞത്. എന്താ മിണ്ടാതിരിക്കുന്നത്? അതും സാധാ ശിഷ്യനാണോ? അല്ല, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാനിതാ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് അവൻ താക്കോലും പിടിച്ചിട്ടാണ്
ഉള്ളത് മുഴുവൻ പൂട്ടുന്ന പരിപാടി പറയുന്നത്, വേണ്ട കർത്താവേ, നീ ക്രൂശിൽ മരിക്കാൻ പാടില്ല. പക്ഷെ കർത്താവ് ദൃശ്യമണ്ഡലത്തിൽ മാത്രമല്ല അദൃശ്യമണ്ഡലത്തിലും നോക്കി അതിനെ ശാസിച്ച് പറഞ്ഞു എങ്കിൽ ഇന്ന് ഈ സെഷൻ്റെ, ഈ സീരീസിൻ്റെ ആരംഭത്തിൽ നിങ്ങളുടെ ഹൃദയ കണ്ണുകൾ തുറന്ന് നിങ്ങൾ കാണേണ്ടത്, ദൃശ്യമണ്ഡലത്തിൽ നിങ്ങൾ ജയിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ അദൃശ്യമണ്ഡലത്തെ ജയിക്കണം. വണ്ടർഫുൾ. ഒരിക്കൽ കൂടെ, ദൃശ്യമണ്ഡലത്തിൽ നിങ്ങൾ ജയിക്കണമെങ്കിൽ നിങ്ങളുടെ കുടുംബം ദൃശ്യമാണ്, നിങ്ങളുടെ തലമുറ ദൃശ്യമാണ്, ഈ ബൈബിൾ സ്റ്റഡി പോലെയുള്ള സകല ശുശ്രൂഷകളും ദൃശ്യമാണ്. സ്തോത്രം. അതെ, ധനം ദൃശ്യമാണ്, ആരോഗ്യം ദൃശ്യമാണ്, ആൻഡ് സോ ഓൺ. നിങ്ങളുമായി ഈ ഭൂമിയിൽ ബന്ധപ്പെട്ടിരിക്കുന്ന സകലതും ദൃശ്യമാണ്, വിസിബിളാണ്. പക്ഷേ ആ ദൃശ്യമണ്ഡലത്തിൽ ജയിക്കണമെങ്കിൽ അതിൽ ഉപരിയായി നിങ്ങൾ ആദ്യം അദൃശ്യമണ്ഡലത്തിൽ ജയിക്കണം. പ്രാർത്ഥനയിലായിരിക്കാം, പ്രൊക്ലെയിമിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം നിങ്ങൾ വായിച്ച് പ്രഖ്യാപിക്കുന്നതിലൂടെ ആയിരിക്കണം. യെസ്, മനസ്സിലാകുന്നവർ ആമേൻ പറഞ്ഞ്. സങ്കീർത്തനം, അതേ പുതിയ നിയമം, പഴയ നിയമം, പ്രവചന പുസ്തകങ്ങൾ വായിച്ചങ്ങ് ചുമ്മാ പറയണം, ഇതെൻ്റെ വീട്ടിൽ നടക്കും, ഇതെൻ്റെ കുഞ്ഞിൽ നടക്കും, ഇതെൻ്റെ ജീവിതത്തിൽ നടക്കും. അത് 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 നിങ്ങൾ വിതയ്ക്കുന്ന വിത്തിന് തുല്യമാണ്. കേട്ടവർ ആമേൻ പറഞ്ഞ്. അതേ, പ്രാർത്ഥന, സ്തോത്രം, അദൃശ്യമണ്ഡലത്തിൽ ജയിക്കുന്നു. വചനം പ്രഖ്യാപിക്കുന്നത് അദൃശ്യമണ്ഡലത്തിൽ ജയിക്കുന്നു. സ്തുതി കോട്ടകളെ ഉടയ്ക്കുന്നു. അദൃശ്യമണ്ഡലത്തിൽ സാത്താൻ കെട്ടിപ്പൊക്കിയിരിക്കുന്ന ഇൻ ദ നെയിം ഓഫ് ജീസസ് അവൻ്റെ കോട്ടകളെ ഉടയ്ക്കുന്നു. ആരാധന, ദൈവ മഹത്വത്തെ ഇറക്കുന്നു. പല പാരാമീറ്റേഴ്സ് നിങ്ങൾക്ക് കാണുവാൻ തക്കണം കഴിയും, പല കാര്യാദികളുണ്ട്. അതുകൊണ്ട് സ്തോത്രം, ദൃശ്യമണ്ഡലത്തിൽ നാം ജയിക്കണമെങ്കിൽ ആദ്യം നമ്മൾ അദൃശ്യമണ്ഡലത്തെ ജയിക്കണം. കേട്ടവനാമേൻ പറഞ്ഞേ. കാരണം അങ്ങനെ ആണ് ഈ ലോകത്തിൻ്റെ സിസ്റ്റം. ഈ ലോകം 1 യോഹന്നാൻ 5:19 പറയുന്നു, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. 1 യോഹന്നാൻ 5:19. 2 കൊരിന്ത്യർ 4:4 പറയുന്നു, സാത്താൻ 2 കൊരിന്ത്യർ 4:4 സാത്താൻ ഈ ലോകത്തിൻ്റെ ദൈവമാണ്. സ്തോത്രം. സർവ്വലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. അതിനർത്ഥം സാത്താനിലാണ് ഈ ലോകത്തിൻ്റെ അധികാരി. 2, സാത്താനാണ് ഈ ലോകത്തിൻ്റെ ദൈവം. 3, സാത്താനാണ് ഈ ലോകത്തിൻ്റെ പ്രഭു. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 31-ാം വാക്യം, അതുപോലെ യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 30-ാം വാക്യം. ആ 2 വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ ലോകത്തിൻ്റെ പ്രഭുവാണ് സാത്താൻ. അപ്പോൾ സാത്താൻ ഈ ലോകത്തിൻ്റെ അധികാരിയാണ്, സാത്താൻ ഈ ലോകത്തിൻ്റെ ദൈവമാണ്, സാത്താൻ ഈ ലോകത്തിൻ്റെ പ്രഭുവാണ്. സ്തോത്രം. നിങ്ങൾ ചോദിക്കും, അയ്യോ, സാത്താനെ ദൈവം എപ്പോഴാണ് ഈ ലോകത്തിൻ്റെ പ്രഭുവാക്കിയത്? സാത്താനെ ദൈവം എപ്പോഴാണ് ഈ ലോകത്തിൻ്റെ അധികാരിയാക്കിയത്? സാത്താനെ എപ്പോഴാണ് ദൈവം ഈ ലോകത്തിൻ്റെ ദൈവമാക്കിയത്? ദൈവമാക്കിയതല്ല. മനുഷ്യന് എപ്പോഴാണ് പാപം ചെയ്തത്? മനുഷ്യൻ ആദാം എപ്പോൾ പാപം ചെയ്തു, സാത്താൻ ഈ ലോകത്തിൻ്റെ നിയന്ത്രണം തട്ടിയെടുത്തതാണ്. കാരണം ദൈവം ഈ ലോകത്തിനെ ഭരിക്കേണ്ട മുഴുവൻ അധികാരവും ദൈവം മനുഷ്യന് കൊടുത്തതാണ്. അർത്ഥം ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ. എപ്പോഴാണ് നീ പാപം ചെയ്യുന്നത്? നീ അടിമയാകുന്നു. എപ്പോഴാണ് നീ പാപം ചെയ്യുന്നത്? സാത്താൻ നിന്റെ അധികാരിയാകുന്നു. എപ്പോഴാണ് നീ പാപം ചെയ്യുന്നത്? അവൻ്റെ കസ്റ്റഡിയിൽ നീ ലോക്ക് ചെയ്യപ്പെടുന്നു. അർത്ഥം, സ്തോത്രം, നീയും ഞാനും ദൈവത്തിൻ്റെ വചനത്തിലാണ് ജീവിക്കേണ്ടത്, ആത്മാവിലാണ് നടക്കേണ്ടത്. റെയ്നാർഡ് ബോംഗെ പറയും, ജ്വലിക്കുന്ന വിളക്കിൽ ഈച്ചയ്ക്ക് വന്നിരിപ്പാൻ കഴിയാത്തതുപോലെ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾക്ക് നിവർത്തിക്കപ്പെടുവാൻ കഴിയില്ല. ജ്വലിക്കുന്ന വിളക്ക്, അതിലൊരു ഈച്ചയ്ക്ക് വന്നിരിപ്പാൻ കഴിയാത്തതുപോലെ ആത്മാവിൽ നടന്നാട്ടെ. ആർക്കാത്മാവിൽ നടക്കാൻ കഴിയുന്നത്? ഈ വചനപ്രകാരം ജീവിക്കുന്നവന് മാത്രമേ ആത്മാവിൽ നടക്കാൻ കഴിയാത്തുള്ളൂ. കേട്ടവർ ആമേൻ പറഞ്ഞേ. ഈ വചനപ്രകാരം ജീവിക്കുന്നവർക്ക് മാത്രമേ, സ്തോത്രം, ആത്മാവിൽ നടക്കാൻ കഴിയാത്തുള്ളൂ. അല്ല ചർച്ചിൽ വന്ന് ബഹളമുണ്ടാക്കുമ്പോഴോ കൈ ഉയർത്തുമ്പോഴോ കുറച്ച് പ്രസംഗം കേൾക്കുന്നത് കൊണ്ടോ ഞാനും പ്രസന്റ് സാർ എന്ന് പറയുമ്പോഴോ എന്ന് പറയുന്ന പോലെ ചർച്ചിൽ വന്നിരിക്കുന്നവർക്കല്ല ജയം. നോക്ക് എൻ്റെ ഉണ്ട കണ്ണിൽ നോക്കിയേ. ചർച്ചിൽ വന്നിരിക്കുന്നവർക്കല്ല ജയം, ഹല്ലേലൂയ പാടുന്നവർക്കല്ല ജയം. വചനം അനുസരിച്ച് ആത്മാവിൽ നടക്കുന്നവർക്ക് മാത്രമാണ് സാത്താൻ്റെ മേൽ, ലോകത്തിൻ്റെ മേൽ, പ്രലോഭനങ്ങളുടെ മേൽ, പാപത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപയാൽ, സ്തോത്രം, അതേ, ജയമെടുപ്പാൻ കഴിയുന്നത്. അവൻ തന്ത്രശാലിയാണ്. 2 കൊരിന്ത്യർ 2:11 പറയുന്നു. സ്തോത്രം. 2 കൊരിന്ത്യർ 2:11 പറയുന്നു, സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലോ. അടുത്തിരിക്കുന്നവർ പറഞ്ഞ, അവൻ തന്ത്രശാലിയാണ്. പറഞ്ഞേ, മുഖത്തോക്കി പറ, ഹല്ലേലൂയ. സാത്താൻ ആരാണ്? അവൻ തന്ത്രശാലിയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, തന്ത്രമാണ്. യേശുവിനോട് പോലും അവൻ പ്രയോഗിച്ചത് തന്ത്രമാണ്. യേശു കർത്താവിനോട് പോലും സാത്താൻ പ്രയോഗിച്ചത് തന്ത്രമാണ്. നിങ്ങൾ ഇസ്രായേലിൽ പോയാൽ ഏറ്റവും നല്ല പഴങ്ങൾ, അതുപോലെ ഇൻ ദ
ഈന്തപ്പഴം ഡേറ്റ്സ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, എരിഹോ. ആ എരിഹോ പട്ടണത്തിൽ പോയി അവിടെ നിന്ന് ഈന്തപ്പഴമൊക്കെ മേടിച്ച് അതൊക്കെ കഴിച്ച് പൊമഗ്രാനേറ്റ് ജ്യൂസ്, ലോകത്തിലെ ഏറ്റവും നല്ല പൊമഗ്രാനേറ്റ് ജ്യൂസ് ഞാൻ കുടിച്ചത് എരിഹോവിൽ വെച്ചാണ്. അവിടെ നിന്ന് സ്തോത്രം അല്പം മുകളിലേക്ക് നോക്കുമ്പോൾ വലിയൊരു സ്തോത്രം മലയും ഒരു പ്ലാറ്റ്ഫോം പോലെ വലിയൊരു മലയുടെ മുകളിൽ ഇങ്ങനെ ഹെക്ടർ കണക്കിന് സ്ഥലം ഇങ്ങനെ ഉയർന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നല്ല ആർക്കിയോളജിസ്റ്റ് ആണെങ്കിൽ അവർ പറയും 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് യോർദാനിൽ സ്നാനപ്പെട്ട ശേഷം ആ മലമുകളിലേക്കാണ് കർത്താവ് നടന്ന് കയറി ഒറ്റയ്ക്ക് ഉപവസിച്ച് പ്രാർത്ഥിച്ചത്. എത്ര ദിവസം? 40 ദിവസം. 39 ദിവസം സാത്താൻ അവനെ നോക്കിയിരുന്നു. പക്ഷെ അവന് വിശന്നപ്പോൾ, യേശുവിന് വിശന്നപ്പോൾ സാത്താൻ കുറച്ച് കല്ലുകളുമായി അവൻ്റെ അടുത്ത് വന്നു. അവൻ്റെ ജഡത്തിൽ വിശന്നപ്പോൾ സാത്താൻ ആ കല്ലുകളുമായി യേശുവിൻ്റെ അടുക്കലേക്ക് വന്നു. അർത്ഥം അണ്ടർലൈൻ ഇട്ടുകൾക്ക് അതെ, ശത്രു നിന്നെ നോക്കുന്നു, നിന്നെ നശിപ്പിപ്പാൻ, നിന്നെ തകർക്കാൻ. ഒരു വശത്ത് ശത്രു നിന്നെ നോക്കുന്നു, മറുവശത്ത് നിന്നെ പണിയുവാൻ, നിന്നെ ജയിപ്പിക്കാൻ ദൈവവും നിന്നെ നോക്കുന്നു. 2 ക്യാമറകളുടെ കീഴിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ ഞാനും ജീവിക്കുന്നത് 2 ക്യാമറകളുടെ കീഴിലാണ്. ഒന്ന് ഇസ്രായേലിന്റെ പരിപാലകൻ, അവൻ മയങ്ങുന്നതുമില്ല, അവൻ ഉറങ്ങുന്നതുമില്ല. അന്ധകാരത്താൽ എല്ലാ കണ്ണും മങ്ങുമ്പോൾ മങ്ങിടാത്ത കണ്ണ് എനിക്കൊന്നുണ്ട് സ്വർഗത്തിൽ. ഗുഡ് നൈറ്റ് പറയാത്ത കണ്ണ്. മക്കളെ, ഞാനൊന്ന് മയങ്ങ, നീ അങ്ങ് ജീവിച്ചോ എന്ന് പറയാത്ത ഒരു കണ്ണ്. അമ്മയ്ക്ക് ഉറക്കം വന്നു, ബായ്. പാപ്പയ്ക്ക് ഉറക്കം വന്നു, നാളെ കാണാം. നോ, എൻ്റെ അപ്പച്ചൻ പറയത്തില്ല. അവൻ പറഞ്ഞു, നീ ഉറങ്ങിക്കോ, എൻ്റെ നോട്ടം നിൻ്റെ മേൽ ഞാൻ വച്ചിട്ടുണ്ട്. അർദ്ധരാത്രിയിൽ നിനക്ക് കൊതുകടിക്കുമ്പോഴും അപ്പച്ചന് നിന്നെ കാണാം. ഹല്ലേലൂയ. മരണം നിൻ്റെ കിടക്കയിൽ വരാത്തത്, സൈലന്റ് ഹാർട്ട് അറ്റാക്ക് നിൻ്റെ കിടക്കയിൽ വരാത്തത്. ഇന്നലെ രാത്രി കിടന്നുറങ്ങിയ നിന്നേക്കാൾ ഉന്നതർ രാവിലെ എഴുന്നേൽക്കാൻ കഴിയാതെ സ്ട്രോക്ക് അടിച്ചു പോയപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ ഒരു പുതിയ ദിവസം കാണുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയത് അഗ്നി ജ്വാലക്കൊത്ത് സർവശക്തന്റെ കണ്ണ് നിന്റെ മേലും നിന്റെ കുഞ്ഞുങ്ങളെ മേലും ഉണ്ടായിരുന്നത് കൊണ്ടാണ്. നന്മയ്ക്കായി ദൈവത്തിൻ്റെ കണ്ണ് നിന്റെ മേലുണ്ട്. ഹല്ലേലൂയ. സെയിം ടൈം സ്തോത്രം, സാത്താൻ നിന്നെ നോക്കുന്നു. സർവശക്തനായ ദൈവം നിന്നെ നന്മയ്ക്കായി നോക്കുന്നു. അപ്പോൾ സാത്താന് നിന്നെ നോക്കുന്നത് നിന്റെ പ്ലസ് പോയിന്റ്സ് അറിയാം, നിന്റെ ബലം സാത്താൻ അറിയാം, നീ ഏത് ഏരിയയിലാണ് സ്ട്രോങ് എന്ന് സാത്താൻ അറിയാം. അടുത്ത് ഞാൻ നിങ്ങളെ ഞണ്ടിപ്പിക്കട്ടെ, ഏത് ഏരിയയിലാണ് വീക്ക് എന്ന് ശത്രുവിനറിയാം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഈ ബൈബിൾ സ്റ്റഡി അനുഗ്രഹമാണോ? റിയലി കേക്ക്. സ്തോത്രം. അതെ, ഏത് ഏരിയയാണ് നിന്റെ സ്ട്രോങ് എന്ന് ശത്രുവിനറിയാം. എൻ്റെയും നിൻ്റെയും ഏത് ഏരിയയാണ് വീക്കെന്നും ശത്രുവിനറിയാം. പുള്ളിക്ക് ആ വശം ഇല്ലല്ലോ, അതുകൊണ്ട് അത് വീക്കാ എന്ന് ആർക്കറിയാം? ശത്രുവിനറിയാം. എന്നാൽ തിരുവചനം പറയുന്നു, എവിടെയാണോ മതിലിന് ഉയരം കുറവെന്ന് നെഹമ്യാവ് കണ്ടത്, എവിടെയാണോ മതിലിന് ഉയരമെന്ന് നെഹമ്യാവ് കണ്ടത്, അവിടെ എക്സ്ട്രാ കാവൽക്കാരെ വച്ചതുപോലെ എക്സ്ട്രാ കാവൽക്കാരെ അവിടെ നിയോഗിച്ചതുപോലെ. എവിടെയാണോ മതിലിന് ഉയരം കുറവെന്ന് കണ്ടത്, ഇന്ന് രാത്രി നെഹമ്യാവല്ല, അവനേക്കാൾ ശ്രേഷ്ഠനായ സർവശക്തനായ ദൈവം നിനക്കൊരു എക്സ്ട്രാ ഗ്രേസ് തന്ന് നിന്നെ ബലപ്പെടുത്തുന്ന. യെസ്, അതാണ് നിങ്ങളോട് പറവാൻ കർത്താവ് എന്നോട് പറഞ്ഞത്. സ്തോത്രം. ഏത് ഏരിയയിലാണോ എൻ്റെ വീക്ക്നെസ്, നിനക്ക് വീക്ക്നെസ് ഉള്ളത്, സ്തോത്രം, അവിടെ വെളിപ്പെടുന്നത് നിൻ്റെ ബൂസ്റ്റോ, നിൻ്റെ ഹോളിക്സോ, നിൻ്റെ ആഹാരമോ, നിൻ്റെ മരുന്നോ, നിൻ്റെ ഡോക്ടറോ, നിൻ്റെ പാസ്റ്ററോ, നിൻ്റെ സംഘടനയോ, നിൻ്റെ പ്രാർത്ഥനയോ, നിൻ്റെ ഉപവാസമോ ഒന്നല്ല. ഇതെല്ലാം നല്ലത്, ഇതെല്ലാം കുടിച്ചോ, ബൂസ്റ്റ് കുടിച്ചോ, ഹോളിക്സ് കുടിച്ചോ, നല്ല ആഹാരം കഴിച്ചോ, നല്ല ചർച്ചയിൽ വന്നോ, നല്ല ദൈവദാസന്മാരുമായി കണക്ട് ചെയ്ത് ജീവിച്ചോ. പക്ഷേ കർത്താവ് കയറിയതില്ലെങ്കിൽ, കർത്താവ് മറച്ചില്ലെങ്കിൽ, മക്കളെ ഒരിക്കൽ കൂടെ, കർത്താവ് മറച്ചില്ലെങ്കിൽ, കർത്താവ് വേരുകെട്ടിയില്ലെങ്കിൽ, കർത്താവ് സംരക്ഷിച്ചില്ലെങ്കിൽ, അനുഭവിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. മതിലില്ലാതെ തുറന്നു കിടന്നാലും നിനക്ക് ചുറ്റും തീ മതിലായിരിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. എനിക്ക് ചുറ്റും, നിങ്ങൾക്ക് ചുറ്റും തീ മതിൽ. അഗ്നി അസ്ത്രങ്ങൾ കടന്നു വരുമ്പോൾ, ശത്രുവിൻ്റെ ഹല്ലേലൂയ ആയുധങ്ങൾ, തന്ത്രങ്ങൾ കടന്നു വരുമ്പോൾ നമ്മെ തീ മതിലിൽ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. സോ എവിടെയാണോ വീക്ക്നെസ്, ആ വീക്ക്നെസ്സിൽ സ്തോത്രം ദുഷ്ടൻ കാണാം. അപ്പോൾ യേശു കർത്താവ് വിശന്നപ്പോഴാണ് സാത്താൻ കടന്നു വന്നത്. യേശു കർത്താവ് വിശന്നപ്പോൾ സാത്താൻ കടന്നു വന്നിട്ട് പറഞ്ഞു, സ്തോത്രം, കഴിയുമെങ്കിൽ ഈ കല്ലിനെ അപ്പമായി തീരാൻ
കൽപ്പിക്കുക. അതുവരെ വന്നില്ല. സ്തോത്രം, അതുവരെ വന്നില്ല. അവന് വിശന്നപ്പോഴാണ് വന്നത്. മക്കളെ മനസ്സിലാക്കുക, എവിടെയാണോ നിനക്ക് വീക്ക്നെസ് ഉള്ളത്, എവിടെയാണ് വീക്ക്നെസ്, അവിടെയാണ് ടെംപ്റ്റർ കടന്നു വരുന്നത്. മത്തായി സുവിശേഷം 4:3 പറയുന്നു, പരീക്ഷകൻ. ശത്രുവിൻ്റെ, സാത്താൻ്റെ ഒരു പേരാണ്. പല പേരുകൾ സാത്താനുണ്ട്, അതിലൊന്നാണ് പരീക്ഷകൻ വരുന്നത് എപ്പോഴാണ്? നീ വീക്കായിരിക്കുമ്പോൾ, നിൻ്റെ വീക്ക് സൈഡിലൂടെ നിന്നെ ആക്രമിക്കുന്നവനാണ് പരീക്ഷകൻ. അവിടെയാണ് ഈ ബൈബിൾ സ്റ്റഡിയുടെ തലക്കെട്ട് വെളിപ്പെടേണ്ടത്. നീ എപ്പോൾ സംസാരിക്കേണ്ടത്? ദൃശ്യമണ്ഡലത്തിൽ മാത്രമല്ല, അദൃശ്യമണ്ഡലത്തോട് നീ സംസാരിക്കണം. ദൃശ്യമണ്ഡലത്തിൽ മാത്രമല്ല, അദൃശ്യമണ്ഡലത്തോടും നീ സംസാരിക്കണം, ജീവിക്കണം. ഒരിക്കൽ കൂടെ, സംസാരിക്കണം, ജീവിക്കണം. നമ്മൾ സംസാരിക്കുന്നത് പോലെ ജീവിക്കാനും, ജീവിക്കുന്നത് മാത്രം സംസാരിപ്പാനും ദൈവം കൃപ ചെയ്യട്ടെ. ഒരിക്കൽ കൂടെ, സംസാരിക്കുന്നത് പോലെ ജീവിക്കാനും, ജീവിക്കുന്നത് മാത്രം സംസാരിപ്പാനും ദൈവം കൃപ ചെയ്യട്ടെ. ജീവിക്കുന്നത് സംസാരിച്ചാൽ മാത്രമേ ആ സംസാരത്തിൽ ദൈവാത്മാവ് ചലിക്കത്തുള്ളൂ. ഒരിക്കൽ കൂടെ, ജീവിക്കുന്നത് സംസാരിച്ചാൽ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവ് ആ ശബ്ദത്തിൽ ചലിക്കത്തുള്ളൂ. ഇല്ലാതെ ഡയലോഗുകളിൽ ദൈവാത്മാവ് സംസാരിക്കാത്തില്ല. ഓരോ കഥാപാത്രങ്ങൾ പറയുന്ന ഡയലോഗുകളല്ല ദൈവാത്മാവ് സംസാരിക്കുന്നത്, ദൈവാത്മാവ് ചലിക്കുന്നത്. ദൈവാത്മാവ് ചലിക്കണമെങ്കിൽ സ്തോത്രം, ആ ദൂതിൽ നമ്മൾ ജീവിക്കണം. അതുകൊണ്ട് ദൃശ്യമണ്ഡലത്തിനും അദൃശ്യമണ്ഡലത്തിനും, അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയ കണ്ണുകൾ കർത്താവിൻ്റെ കൃപയാൽ തുറക്കപ്പെടുമാറാകട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 8 മുതൽ താഴേക്ക് നിങ്ങൾ വായിക്കുമ്പോൾ, ശത്രുവിൻ്റെ സൈന്യം എലീശായെ പിടിപ്പാൻ വേണ്ടി വരികയാണ്. അരാം, സിറിയ, സ്തോത്രം, ഇതാ ഇസ്രായേലിനെ ആക്രമിപ്പാൻ കടന്നു വരികയാണ്. 2600 years back, 2600 വർഷങ്ങൾക്ക് മുമ്പ്, 2600 വർഷങ്ങൾക്ക് മുമ്പ് എലീശായുടെ കാലത്ത് അരാം, സ്തോത്രം, സിറിയയെ ആക്രമിപ്പാൻ വേണ്ടി വരികയാണ്. ശ്രദ്ധിക്കുക, ഒരു പ്രൊഫറ്റിക് ദൂത് കൂടെ ഞാൻ പറയട്ടെ. ഈ കാലഘട്ടത്തിൽ ഒരു നടക്കുന്ന പ്രൊഫറ്റിക്, പൊളിറ്റിക്കലി നടക്കുന്ന കാര്യമാണ്. അരാമും ഇസ്രായേലുമായി ഇപ്പോൾ വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ട്രംപ് അരാം അല്ലെങ്കിൽ സിറിയ എന്ന് പറയുന്ന അരാമാണ്. സിറിയക്കെതിരെയുള്ളതായ ഉപരോധം പിൻവലിച്ചു. സിറിയക്കെതിരെയുള്ളതായ ഉപരോധം ഡൊണാൾഡ് ട്രംപ് പിൻവലിച്ചു. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ വളരെ പ്രാർത്ഥിക്കണം. സ്തോത്രം. എത്ര അമേരിക്കക്കാർ തങ്ങളുടെ പ്രസിഡന്റിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഏതൊരു സ്തോത്രം, അതെ, ഏതൊരു പ്രസിഡന്റിനും ഏതൊരു അധികാരിക്കും തങ്ങളുടെ ബുദ്ധി മറിച്ചു കളവാൻ സാധ്യതയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു. സഭയുടെ പ്രാർത്ഥനയാണ് അധികാരികൾക്ക് വളരെ ആവശ്യം. അടുത്ത സെന്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ്. ഒന്നുകിൽ അധികാരികളെ ദൈവം ഉപയോഗിക്കും ദൈവജനം പ്രാർത്ഥിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ദൈവജനം പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അധികാരികളെ സാത്താൻ ഉപയോഗിക്കും. അധികാരികളെ ദൈവം ഉപയോഗിപ്പാൻ സഭ മുട്ടുമേൽ നിൽക്കട്ടെ. അധികാരികളെ തീരുമാനം ദൈവിക തീരുമാനമായിരിക്കാൻ സഭ മുട്ടുമേൽ നിന്ന് ആത്മനിറവിൽ ഇടിവിൽ നിൽക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. ഇല്ലാതെ ട്രംപ് വൈറ്റ് ഹൗസിലാണ്, നമുക്ക് നല്ലൊരു പ്രധാനമന്ത്രിയുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. പകരം രാജാതി രാജാവ്, ദൈവാതി ദൈവം, സകല കാര്യങ്ങളെ ക്രമീകരിക്കപ്പെടുവാൻ സഭ പ്രാർത്ഥിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, സിറിയയും ഇസ്രായേലുമായി അടുക്കും, അത് പ്രവചനമാണ്. സിറിയയിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ എതിർ ക്രിസ്തു പുറപ്പെടുവാൻ സാധ്യതയുള്ളത് എന്നാണ് മിക്കവാറും തിയോളജിയന്മാർ പറയുന്നത്. വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് എതിർ ക്രിസ്തു പുറപ്പെടുന്നത് എവിടെ നിന്നായിരിക്കും? സിറിയയിൽ നിന്നായിരിക്കും. 2, അതേപോലെ യഹൂദനായിരിക്കാം. 3, അതേപോലെ യൂറോപ്യനായിരിക്കാം. 4, അതേപോലെ കത്തോലിക്കനായിരിക്കാം. എതിർ ക്രിസ്തു അതേപോലെ കത്തോലിക്കനായിരിക്കാം, അതേപോലെ യൂറോപ്യനായിരിക്കാം, അതേപോലെ യഹൂദൻ ആയതുകൊണ്ട് യഹൂദനായിരിക്കാം, താൻ സിറിയയിൽ നിന്നായിരിക്കാം പുറപ്പെടുന്നത്. അതാണ് ചെറിയ കൊമ്പ്. എൻ്റെ വിഷയം അതല്ല. സ്തോത്രം. സോ ഈ ശത്രുത എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ളതാ, സിറിയയുമായിട്ടുള്ള ശത്രുത. പക്ഷേ ഇപ്പോൾ അത് താഴ്ത്തി വച്ചേക്കുക. അന്ത്യകാലത്ത് അത് വെളിപ്പെടണം. എന്നാലേ എതിർ ക്രിസ്തു ദാൻ ഗോത്രത്തിൽ നിന്ന് പുറപ്പെടത്തുള്ളൂ. മറ്റൊരു പ്രസംഗമാണ്, എങ്കിലും എക്സ്ട്രാ പൈസ തരണ്ട, പറഞ്ഞു പോകാം. ദാൻ, അവൻ സർപ്പത്തെയാണ് കുറിക്കുന്നത്. ഉൽപ്പത്തി 39. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ നിങ്ങൾക്ക് ദാൻ ഗോത്രത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത്. ദാൻ സർപ്പത്തെയാണ് കുറിക്കുന്നത്. സോ അഗെയിൻ തിയോളജിക്കലി സർവേ ചെയ്യുമ്പോൾ ദാൻ ഗോത്രത്തിൽപ്പെട്ടവനായിരിക്കും എതിർ ക്രിസ്തു. യഹൂദനാണെങ്കിൽ മാത്രമേ, സ്തോത്രം, യഹൂദന്മാർ അവരെ അംഗീകരിക്കത്തുള്ളൂ. ഹേ, നിന്റെ ട്രൈബ് ഏതാണ്? നീ ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണ്? ദാൻ ഗോത്രത്തിൽപ്പെട്ടവനാണ്. സ്തോത്രം. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ ദാൻ ഗോത്രത്തെ എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ദാൻ ഗോത്രത്തെ കാണാൻ കഴിയാതിരിക്കുന്നത്. ഞാൻ പറഞ്ഞത്, സ്തോത്രം, നിങ്ങളുടെ കണ്ണ് തുറക്കണം. 2 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, കണ്ണുകൾ തുറക്കണം. പറഞ്ഞേ,
കണ്ണ് തുറക്കണം. ദൃശ്യമായത് മാത്രമല്ല കാണേണ്ടത്, ആത്മീയരാണെന്ന് വിചാരിക്കുന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. ഞാൻ ആത്മീയനാണ് എന്ന് പറയുന്ന എല്ലാ ആൻറ്റിമാർ, സഹോദരിമാർ കരങ്ങളെ ഉയർത്ത്. ആത്മീയർ, യെസ്, ആത്മീയരാണെങ്കിൽ നിൻ്റെ പുറം കണ്ണല്ല തുറക്കേണ്ടത്, ആദ്യം നിൻ്റെ അകം കണ്ണ് തുറന്നിട്ട് പിന്നെ പുറം കണ്ണ് തുറക്കണം. പ്രയോറിറ്റി അതാണ്. ഹൃദയ കണ്ണ് തുറന്നാൽ കഥ മാറി. ഹൃദയ കണ്ണ് തുറക്കാത്തത് കൊണ്ടാണ് ചുറ്റുമുള്ള പലതിനെ നോക്കി അയ്യോ പോയേ, അയ്യോ വന്നേ എന്നൊക്കെ നിലവിളിക്കുന്നത്. പുറമേയുള്ള കണ്ണ് തുറന്നിട്ട് അകമേയുള്ള കണ്ണ് അടഞ്ഞതുകൊണ്ടാണ്. അകമേയുള്ള കണ്ണ് തുറന്നു കഴിഞ്ഞാൽ, അകത്തെ മനുഷ്യൻ്റെ കണ്ണ് തുറന്നാൽ ഭാവഭേദങ്ങളെ വിവേചിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, കാണേണ്ടതിനെ കണ്ടു കഴിഞ്ഞാൽ അയ്യം വിളി കാണുകയില്ല. സംഭവം ഇതാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 8 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, പ്രവാചകനാകുന്ന എലീശായെ പിടിപ്പാൻ സിറിയൻ സൈന്യമിത കടന്നു വരികയാണ്. സിറിയൻ സൈന്യം കടന്നു വന്ന് ആ മല മുഴുവൻ, സ്തോത്രം, മൂടിയിരിക്കുന്നു എലീശായെ അറസ്റ്റ് ചെയ്യാൻ. രാവിലെ എലീശായും എലീശായുടെ പ്രവാചക ശിഷ്യനും കണ്ണു തുറന്നപ്പോൾ ആ മലയിൽ മുഴുവൻ സിറിയൻ സൈന്യമിത എലീശായെ പിടിക്കുവാൻ വേണ്ടി വന്നിരിക്കുന്നു. എന്തിനാ വന്നത്? സിറിയൻ രാജാവിൻ്റെ ബെഡ്റൂമിൽ പറയുന്നത് മുഴുവൻ എലീശ മനസ്സിലാക്കിയാണ്. വാട്സപ്പില്ല, മെസ്സഞ്ചർ ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ടെലിഫോണില്ല, പക്ഷേ ദൈവാത്മാവുണ്ട്. നിങ്ങൾ കേട്ടില്ല, ബാക്കിയുള്ളവർ മിണ്ടിയില്ല. നമുക്ക്, സ്തോത്രം, ഫോണിൽ വാട്സപ്പ് ഉണ്ടോ, മെസ്സഞ്ചർ ഉണ്ടോ? അതാണ് കുഴപ്പം. അതെല്ലാം ഡിലീറ്റ് ചെയ്യും. പകരം അകത്തെ മനുഷ്യനിൽ പരിശുദ്ധാത്മാവിനെ ഡൗൺലോഡ് ചെയ്യും. മനസ്സിലായോ? സ്തോത്രം. അന്ന് ഈ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാത്ത സമയത്ത് അവൻ തെക്ക് നിന്ന് ആക്രമിക്കൂ, അവൻ കിഴക്ക് നിന്ന് ആക്രമിക്കൂ, എത്ര സൈന്യമായി ആക്രമിക്കും, ഏത് ദിശയിൽ നിന്നാണ് അവൻ വരുന്നത്, സ്തോത്രം, എലീശാക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. നിങ്ങളാരോ ഒറ്റക്കാർ എന്ന് പറയുമ്പോൾ, ഇല്ല, ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്. ശത്രു പറയാം, അവിടെ ഒരു ദൈവദാസനുണ്ട്. ലൂസിഫർ തൻ്റെ കമ്മിറ്റിയെ വിളിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ചില ദുരാത്മാവ് മുന്നോട്ട് വന്നിട്ട് പറയട്ടെ, അവരൊരു ചുക്കം നടക്കത്തിൽ ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലുണ്ട്. പ്രസിദ്ധരാകാൻ ആഗ്രഹിക്കുന്ന ആരെല്ലാം എന്നെ കേൾക്കുന്നു? നിങ്ങൾ ചുമ്മാ ഇരുന്ന് കേൾക്കുക. പ്രസിദ്ധരാകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും പ്രസിദ്ധി ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ പോപ്പുലർ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആത്മമണ്ഡലത്തിലാണ് നീ പോപ്പുലർ ആകേണ്ടത്. പോപ്പുലാരിറ്റി ആദ്യം. ആത്മീയൻ പോപ്പുലറാണ്. എവിടെ? ആത്മമണ്ഡലത്തിൽ പോപ്പുലറാണ്. എലീശ, സ്തോത്രം, അതെ, ആത്മമണ്ഡലത്തിൽ പോപ്പുലറായതുകൊണ്ടാണ് അയൽ രാജ്യത്തിൽ പറഞ്ഞ് അങ്ങ് അവിടെ ഒരു പ്രവാചകനുണ്ട്, അവൻ അറസ്റ്റ് ചെയ്യാൻ വന്നേക്കുക. അയ്യോ യജമാനനെ, അവിടെയാണ് അയ്യം വിളിച്ചത്. സ്തോത്രം, അതെ, യജമാനനെ, അയ്യോ യജമാനനെ, നമ്മളെ ഇതാ പിടിപ്പാൻ വേണ്ടി പോവുകയാണ്. രാവിലെ പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകൾ ലളിതമായ പട്ടം വളഞ്ഞിരിക്കുന്നത് കണ്ട് ബാലിക്കാനാണ്. 15-ാം വാക്യം, അയ്യോ യജമാനനെ. വിഷയങ്ങളെ നോക്കി അയ്യം വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കണ്ണടഞ്ഞവൻ്റെ ഭാഷയാണ് അയ്യോ. കണ്ണടഞ്ഞവൻ്റെ ഭാഷയാണ് അയ്യോ. എൻ്റെ കുഞ്ഞേ, അവളെ ഭാവിയെ, അവൻ്റെ ഭാവിയെ, അയ്യോ അയ്യോ വിളിക്കുന്നത് കണ്ണടഞ്ഞവൻ്റെ ഭാഷയാണ്. എന്നാൽ ക്രൂശിൽ കേട്ടത് അയ്യോ എന്നല്ല, സകലതും നിവർത്തിയായി. കണ്ണടഞ്ഞവർ അയ്യം വിളിക്കുമ്പോൾ കണ്ണ് തുറന്നവൻ അയ്യം വിളിച്ചില്ല. എലീശ ബാല്യക്കാരൻ്റെ മേൽ, വേലക്കാരൻ്റെ മേൽ കൈവച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഞങ്ങളെ കണ്ണിനെ തുറക്കണമേ എന്നല്ല, യവൻ്റെ കണ്ണിനെ തുറക്കണേ. എൻ്റെ കണ്ണ് പണ്ണേ തുറന്നിരിക്കുകയാണ്. യവൻ്റെ കണ്ണ് ജനിച്ചപ്പോൾ മുതൽ അടഞ്ഞിരിക്കുകയാണ്. എൻ്റെ കണ്ണ് പണ്ണേ തുറന്നിരിക്കുകയാണ്, യവൻ്റെ കണ്ണ് ജനിച്ചത് മുതൽ അടഞ്ഞിരിക്കുകയാണ്. യവൻ്റെ കണ്ണ് തുറക്കണമേ, ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണം. അവൻ്റെ കണ്ണ് തുറന്നപ്പോൾ അവൻ കണ്ടു. എന്താണ്? യഹോവ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു. എലീശായുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് കണ്ടു. കമോൺ പ്രിയപ്പെട്ടവരെ, എലീശായുടെ ദൈവം. ഇന്ന് എത്രയാ തീയതി? മെയ് മാസം 28-ാം തീയതി 2025 മെയ് മാസം 28-ാം തീയതി എലീശായുടെ ദൈവം നിൻ്റെയും ദൈവമാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിൻ്റെ വീട്ടിൽ, നിൻ്റെ വണ്ടിയിൽ, നിൻ്റെ വാഹനത്തിന്, നിൻ്റെ വാഹനങ്ങൾക്ക് ചുറ്റും അഗ്നിമയമായ രഥങ്ങൾ, കുതിരകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കരങ്ങളെ അടിച്ച് കമോൺ ശക്തിയോടെ ദൈവജനം ദൈവത്തെ ആരാധിച്ചാണ്.
കണ്ണുകൾ തുറന്നിരിക്കുന്നു. ദൃശ്യമണ്ഡലം മാത്രമല്ല കാണുന്നത്, അദൃശ്യമണ്ഡലവും കൂടെ കാണും. സ്തോത്രം. ദൃശ്യമണ്ഡലവുമുണ്ട്, അദൃശ്യമണ്ഡലവും. ഈ ദൃശ്യമായതും അദൃശ്യമായതും ദൈവമാണ് സൃഷ്ടിച്ചത്. കൊലോസ് ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. സ്തോത്രം. കൊലോസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. കൊലോസ് 1:16. ആ സ്ക്രീനിലേക്ക് നോക്കി ശബ്ദമുയർത്തി ശക്തിയോടെ വായിച്ചാട്ടെ. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരവും അവനായിട്ടും സകലതും സൃഷ്ടിക്കപ്പെട്ടു. അവസാന ഭാഗം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? കർത്താവായ യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. ഫോർ ഹിം ആൻഡ് ത്രൂ ഹിം, ഫോർ ഹിം ആൻഡ് ത്രൂ ഹിം. അവനായിട്ടും അവനിലൂടെയും, അവനായിട്ടും സ്തോത്രം, അവൻ മുഖാന്തരവും സൃഷ്ടിക്കപ്പെട്ടിരുന്നു. കേക്ക്, യേശു കർത്താവ് സൃഷ്ടിക്കപ്പെട്ടവനല്ല. ഒരിക്കൽ കൂടെ, യേശു കർത്താവ് സൃഷ്ടിക്കപ്പെട്ടവനല്ല. യേശു കർത്താവിനെ ആരെങ്കിലും സൃഷ്ടിച്ചതല്ല. യേശു സൃഷ്ടാവാണ്. അതുകൊണ്ടാണ് നാം അവനെ ദൈവമേ എന്ന് വിളിക്കുന്നത്. സൃഷ്ടിയല്ല നമ്മൾ ആരാധിക്കുന്നത്, സൃഷ്ടാവിനെയാണ് ആരാധിക്കുന്നത്. സൂര്യചന്ദ്ര നക്ഷത്രാദികൾ സൃഷ്ടിയാണ്, മൃഗങ്ങൾ സൃഷ്ടിയാണ്, മനുഷ്യൻ സൃഷ്ടിയാണ്. എന്നാൽ യേശു കർത്താവ് സൃഷ്ടാവാം ദൈവമാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് ആരാണ്? അവൻ സൃഷ്ടാവാം ദൈവമാണ്. അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൂതന്മാരാരാണ്? ദൂതന്മാര് സൃഷ്ടാവാണോ? അല്ല, ഒരിക്കലുമല്ല. ദൂതന്മാരാരാണ്? സൃഷ്ടിയാണ്. 2 വാക്യങ്ങൾ പറയാം. ഒന്ന് യോബിന്റെ പുസ്തകവും മറ്റൊന്ന് സങ്കീർത്തനവും. ദൂതന്മാർ സൃഷ്ടികളാണ്. യോബിന്റെ പുസ്തകം 38-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. സ്തോത്രം. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 38 വേഴ്സസ് 4 നോക്കിയേ. യോബിന്റെ പുസ്തകം 38:4 മുതൽ ദൈവം യോബിനോട് സംസാരിക്കുകയാണ്. ശബ്ദം ഉയർത്തി വായിച്ചേ. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പറക. പിന്നെ അതിൻ്റെ അളവ് നിയമിച്ചവനാർ? നീ അറിയുന്നുവോ? അല്ല. അതിന് അളവ് നൂൽ പിടിച്ചവനാർ? 6-ാം വാക്യം. പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും നോക്കിയേ, ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? അല്ല, മൂലക്കല്ലിട്ടവനാർ? 6-ാം വാക്യത്തിൽ സ്തോത്രം, പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഉല്ലസിക്കുകയും ദൈവപുത്രന്മാർ, അവിടെ ദൈവപുത്രന്മാർ, സൺസ് ഓഫ് ഗാഡ് എന്നവിടെ എഴുതിയിരിക്കുന്നത് ദൈവദൂതന്മാരെ കുറിച്ചാണ്. സ്തോത്രം. ഇംഗ്ലീഷിൽ ഒരു പക്ഷേ ആ വാക്യം വേറെ വേഴ്സസിലായിരിക്കാം. സ്തോത്രം. ദൈവപുത്രന്മാർ. When the morning stars sang together and the sons of God shouted for joy. സ്തോത്രം. 7-ാം വാക്യം. When the morning stars sang together and the sons of God shouted for joy. ദൈവപുത്രന്മാർ, that means the angels of God. ദൈവദൂതന്മാർ സ്തോത്രം സന്തോഷിച്ച് ആനന്ദിച്ചു. That means കർത്താവ് ദൈവദൂതന്മാരെ സൃഷ്ടിച്ചു. കേട്ടവർ ആമേൻ പറഞ്ഞേ. മിഖായലാകട്ടെ, ഗബ്രിയേലാകട്ടെ, സകല ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചു. അടുത്തിരിക്കുന്നവർ തൊട്ട് പറ, ദൈവദൂതന്മാരെ സൃഷ്ടിച്ചു, ദൈവദൂതന്മാരെ സൃഷ്ടിച്ചു. അപ്പോൾ ദൂതനെ ആരാധിക്കാൻ വകുപ്പുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. മിഖായലിൻ്റെ പേരിൽ ഒരു പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളിയിൽ പോകല്ല. അവൻ സൃഷ്ടിയാണ്, സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. അതുകൊണ്ടാണ് വെളിപ്പാട് മുഴുവൻ 22 അധ്യായം വെളിപ്പാട് മുഴുവൻ യോഹന്നാനെ കൊണ്ട് നടന്ന് സ്തോത്രം അതേ ദൂതൻ കാണിച്ചു. ഒരു ദൂതനെ അയച്ച് കർത്താവ് സ്തോത്രം അതേ യോഹന്നാനെ ആ സ്വർഗം മുഴുവൻ കാണിച്ചു. സ്തോത്രം എന്ന് പറഞ്ഞാൽ വലിയൊരു എസ്റ്റേറ്റ് ഉണ്ടെന്നിരിക്കട്ടെ, 55 ഏക്കർ വരെ എസ്റ്റേറ്റ്. ഒരു വലിയ മുതലാളി സ്തോത്രം നിങ്ങൾ അദ്ദേഹത്തെ വിസിറ്റ് ചെയ്തപ്പോൾ വന്നേ ഒരു ദാസനെ വിളിച്ച് ഇതാ ഇവനെ കൊണ്ടുവരുന്ന നമ്മുടെ പ്രോപ്പർട്ടി എല്ലാം ഒന്ന് കാണിക്കുക എന്ന് പറയുന്ന പോലെ ശക്തനായ നല്ലൊരു ദൂതനെ യോഹന്നാൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് സ്വർഗം മുഴുവൻ കാണിച്ചെന്ന് ഞാൻ പറയുന്നില്ല, സ്വർഗം മുഴുവൻ കാണിച്ചെന്ന് ഞാൻ പറയുന്നാൽ സ്വർഗത്തിൻ്റെ ഒരു കോണ് കാണിച്ചു. ഹല്ലേലൂയ. എന്താ മിണ്ടാതിരിക്കുന്നത്? കാരണം എല്ലാം കാണിച്ചാൽ ഇനി സ്വർഗത്തിൽ പോകാം. നമ്മളിത് വായിച്ച തന്നെ, നമ്മൾ ബൈബിൾ സ്റ്റഡി ചെയ്ത് പഠിച്ച തന്നെ, നമ്മളിത് കേട്ടിട്ടുള്ള തന്നെ. നോ ഏറ്റവും ഭയങ്കര സർപ്രൈസ് കാണാൻ പോകുന്നേ ഉള്ളൂ. ബീഗാലാൻഡ് 2 മണിക്കൂർ കൊണ്ട് പരിപാടി തീരും.
2 മണിക്കൂർ കൊണ്ട് വീഗാലാൻഡ് മുഴുവൻ നടന്ന് നമുക്ക് സ്തോത്രം തീർക്കാം. ബോംബെ SO വേൾഡ് ഓക്കെ ഒരു 3 മണിക്കൂർ എന്ന് വെച്ചോ. പിന്നെ വേറെ എന്തുണ്ടല്ലോ, വാൾട്ടർ ഡിസ്നിയുടെ ഡിസ്നി വേൾഡ് ഒരു 2-3 ദിവസം അമേരിക്ക ചെന്ന് നടന്നാൽ മതി. ഒരു ജില്ലയുടെ അത്രയുണ്ടെന്നാണ് പറയുന്നത്. സ്തോത്രം. ഫ്ലോറിഡയിൽ ഡിസ്നി വേൾഡിൽ ഒരു 2-3 ദിവസം നടന്നാൽ തീരും. പക്ഷെ സ്വർഗം ഉണ്ടല്ലോ, സ്വർഗമേ ഈ ഭൂമിയേക്കാൾ 1,00,000 കോടി വലിപ്പമാണ് സ്വർഗം. അവിടെ അത് ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളുന്നതിനേക്കാൾ വലുതാണ്. അപ്പം ഭയങ്കര സർപ്രൈസസ് നമുക്ക് വേണ്ടി ഒളിപ്പിച്ച് വച്ചേക്കുക. നമ്മൾ വായിക്കാത്തത്, നമ്മൾ കേൾക്കാത്തത്, ഒരു പ്രീച്ചർ പറയാത്തത്, കർത്താവിൻ്റെ കൃപയാൽ ദൈവം നമുക്ക് വേണ്ടി കർട്ടൻ ഇട്ട് ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചേക്കുക. ഹല്ലേലൂയ. കർട്ടൻ മാറ്റി ലൈറ്റ് ഇടുമ്പോഴുണ്ടല്ലോ, ഈ ലോകത്തെ കുറച്ചുകൂടെ നമ്മൾ വെറുക്കണമെന്ന് അന്ന് ചിന്തിക്കും. ഒരിക്കൽ കൂടെ കർട്ടൻ മാറ്റി ലൈറ്റ് ഇടുമ്പോൾ അന്ന് നമ്മൾ റിഗ്രറ്റ് ചെയ്യും. അയ്യോ, കുറച്ചുകൂടെ നേരെ ചൊവ്വേ ജീവിക്കണമായിരുന്നു, കുറച്ചുകൂടെ ലോകത്തെ വെറുക്കണമായിരുന്നു, കുറച്ചുകൂടെ പാപത്തിൽ നിന്ന് മാറി നടക്കണമായിരുന്നു എന്ന് അന്ന് റിഗ്രറ്റ് ചെയ്യാതിരിപ്പാൻ ഇന്നൊരു അലാമായി ഞാൻ വിളിച്ചു പറയുന്നു. ഇൻ ജീസസ് നെയിം ലോകത്തിൽ നിന്ന് അകന്ന് യേശുവിനോട് ചേർന്ന് ജീവിച്ചാട്ടെ. ഹല്ലേലൂയ. സോ ദൂതന്മാർ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. വീണ്ടും അടുത്ത വാക്യം കൂടെ 148 സങ്കീർത്തനം 148 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. സങ്കീർത്തനം 148 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നോക്കിയേ, വായിച്ചേ, ശബ്ദം ഉയർത്തി വായിച്ചേ. അവൻ്റെ സകല ദൂതന്മാരായുള്ളവരെ അവനെ സ്തുതിപ്പിൻ, അവൻ്റെ സർവ്വ സൈന്യമേ അവനെ സ്തുതിപ്പിൻ, സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പിൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളായുള്ളവേ അവനെ സ്തുതിപ്പിൻ, സ്വർഗവും ആകാശത്തിന് മീതെയുള്ള വെള്ളവുമായുള്ളവേ അവനെ സ്തുതിപ്പിൻ. അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കയാൽ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അപ്പോൾ ആരാണ് ഈ ദൂതന്മാരെ സൃഷ്ടിച്ചത്? ദൈവം സൃഷ്ടിച്ചു. ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചു. അവനായിട്ടും അവൻ മുഖാന്തരവും ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചു. അവനായിട്ടും അവൻ മുഖാന്തരവുമായി സ്തോത്രം ദൂതന്മാരെ കർത്താവ് സൃഷ്ടിച്ചു. ത്രൂ ഹിം ആൻഡ് ഫോർ ഹിം. സ്തോത്രം. ത്രൂ ഹിം ആൻഡ് ഫോർ ഹിം. ആ ത്രൂ ഹിം ആൻഡ് ഫോർ ഹിം, അവനായിട്ടും അവൻ മുഖാന്തരമായിട്ടും. ഞാൻ നിങ്ങളെല്ലാവരും എൻകറേജ് ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടത് അവനായിട്ടായിരിക്കണം, അവന് വേണ്ടിയായിരിക്കണം. ഫിനിഷ്. ലൈഫ് ഈസ് സക്സസ്. ലൈഫ് ഈസ് സക്സസ്. അവനായിട്ടും അവനിലും ആയിരിക്കണം ജീവിക്കുന്നത്. ത്രൂ ഹിം ആൻഡ് ഫോർ ഹിം. എന്തിനാ ജീവിക്കുന്നത്? അവനും അവർക്ക് വേണ്ടിയല്ല, കർത്താവായ യേശുവിന് വേണ്ടിയാ. 2 കരങ്ങൾ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. യെസ്. ഇനി വീണ്ടും കടന്നു വന്നാട്ടെ. കൊലോസ്യ ലേഖനം 1 16 വാക്യം. ദൃശ്യവും അദൃശ്യവുമായിട്ടുള്ള ആ കാര്യാതകൾ എന്തൊക്കെയാണ്? കൊലോസ്യ ലേഖനം 1 16 വാക്യം വായിച്ചാട്ടെ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും 4 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. വായിച്ചേ. 1 സിംഹാസനങ്ങൾ, 2 കർത്തൃത്വങ്ങൾ, 3 വാഴ്ചകൾ, 4 അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരവും അവനായിട്ട് സകലതും സൃഷ്ടിക്കപ്പെട്ടു. 4 കാര്യങ്ങൾ അവിടെ പറയുന്നു. ഒരിക്കൽ കൂടെ. സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ. സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ. ഇത് ഗാഡ്ലി സ്തോത്രം ഓർഡറാണ് പറയുന്നത്. ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ച് ആക്കിയ സ്തോത്രം ഗാഡ്ലി ഓർഡറാണ് പറയുന്നത്. സ്തോത്രം. പലതരത്തിലുള്ളതായ ദൂതന്മാരുണ്ട്, പലതരത്തിലുള്ള ദൂതന്മാരുണ്ട്. ഇംഗ്ലീഷിൽ ഞാനൊന്ന് എഴുതിയത് ഞാൻ വായിച്ചു പോകാം. ഏഞ്ചൽസ് ആർ ദ സെലസ്റ്റിയൽ ബീയിങ് ക്രിയേറ്റഡ് ബൈ ഗാഡ് to serve him in different capacity depends upon what the type of angel they are. സ്വർഗീയരാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ. സ്വർഗീയ ബീയിങ്സ് ആണ് ദൈവത്തിൻ്റെ ദൂതന്മാർ. അവർ സ്തോത്രം വിവിധ കാറ്റഗറി ഉണ്ട്, വിവിധ വിഭാഗങ്ങളുണ്ട്. അവരെ ആക്കി വച്ചിരിക്കുന്ന കപ്പാസിറ്റി അനുസരിച്ച്, ആക്കി വച്ചിരിക്കുന്ന രീതികൾ അനുസരിച്ച് അവർ ദൈവത്തെ സേവിക്കുന്നു. മനസ്സിലായോ? എല്ലാവരും ഒറ്റ കാറ്റഗറിയിലല്ല. സ്തോത്രം. ആക്കി വച്ചിരിക്കുന്ന കാറ്റഗറി ഉണ്ട്, പല കാറ്റഗറി ഉണ്ട്. നമുക്കറിയാം സ്തോത്രം പല ജോലികളാണ് ദൂതന്മാർക്കുള്ളത്. ദൂതൻ എന്ന പദത്തിനർത്ഥം സ്തോത്രം ഏഞ്ചല. ഗ്രീക്കിൽ പറഞ്ഞാൽ ഏഞ്ചല. സ്തോത്രം. ദൂതൻ എന്ന് പറഞ്ഞാൽ ഏഞ്ചല. അതിന് 2 മീനിങ് ആണുള്ളത്. സ്തോത്രം. 1 മെസ്സഞ്ചർ എന്നാണ്, 1 ദൂതുവാഹി എന്നാണ്, മറ്റൊന്ന് റെപ്രസെൻറ്റേറ്റീവ് എന്നാണ്. 1 സ്തോത്രം ദൂതുവാഹി, മറ്റൊന്ന് റെപ്രസെൻറ്റേറ്റീവ് പ്രതിനിധി എന്നാണ്. പ്രതിനിധി അല്ലെങ്കിൽ ദൂതുവാഹി. നിങ്ങൾ വെളിപ്പാട് പുസ്തകം വായിക്കുന്നതായ സമയത്ത് ഇന്ന സഭയുടെ ദൂതൻ എഴുതുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ദൂതൻ ഇറങ്ങി നിൽക്കുന്നു എന്നല്ല, അവിടെ ആക്കി വച്ചിരിക്കുന്ന ദൈവദാസനെയാണ് അവിടെ ദൂതൻ എന്ന് വിവക്ഷിക്കുന്നത്.
മനസ്സിലായോ? അവിടെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് ദൈവദാസനെയാണ്. ആ കോണ്ടസ്റ്റിൽ ദൂതന് എഴുതുന്നു എന്ന് പറയുന്നതായ സമയത്ത് ആക്കിയിരിക്കുന്നത്. സ്തോത്രം. ദൂതന്മാരുടെ വിവിധ ജോലികളുണ്ട്. എല്ലാം പറയാൻ എനിക്ക് നേരെയില്ല. ബാക്കി നിങ്ങൾക്ക് HW വീട്ടിൽ പോയി ബാക്കി നിങ്ങൾ ഹോംവർക്ക് ചെയ്താട്ടെ. ദൂതന് സ്തോത്രം പല ജോലികളുണ്ട്. ഒന്ന് സ്തോത്രം ആലോചനയായി ഇറങ്ങി വരുന്നവൻ ദൈവത്തിൻ്റെ ദൂതനാണ്. ആലോചന, ദൈവത്തിൻ്റെ മെസ്സഞ്ചർ, ഏഞ്ചല. ഞാൻ ഓൾറെഡി പറഞ്ഞു, മെസ്സഞ്ചറാണ് ദൈവത്തിൻ്റെ ദൂതൻ. ഗബ്രിയേലിൻ്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് സക്കറിയാവിൻ്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ട്, അതുപോലെ മറിയയുടെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് ഗബ്രിയേൽ ആലോചനയാണ് പറഞ്ഞത്. സക്കറിയാവിനോട് പറഞ്ഞത് ഞാൻ പറയാം. 1:19 ലൂക്കോസ് 1:19 ദൂതൻ ഇറങ്ങി വന്നിട്ട്, ഗബ്രിയേൽ ഇറങ്ങി വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ഐ സ്റ്റാൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നെ അറിയിപ്പാനും വന്നിരിക്കുന്നു. സോ ദൈവത്തിൻ്റെ കൗൺസിൽ, ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുന്നവനാണ് ദൈവത്തിൻ്റെ ദൂതൻ. നമ്പർ 2, രണ്ടാമത് ദൂതന്മാർ ഇറങ്ങിയപ്പോൾ സ്തോത്രം, അതെ, രണ്ടാമത് ദൂതൻ ഇറങ്ങിയപ്പോൾ അതെ ദൈവം സ്തോത്രം ദൂതനിലൂടെ ഏലിയാവിനെ പോഷിപ്പിച്ചതായി 1 രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. ദൂതനിലൂടെ അപ്പവും തുരുത്തിയിൽ വെള്ളവും ഏലിയാവിന് കൊടുക്കുകയുണ്ടായി. എന്നിട്ട് ആ ദൂതൻ പറഞ്ഞു, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ. അപ്പോൾ ദൂതൻ പ്രൊവിഷൻസുമായി കടന്നു വരുന്നത്, ദൈവത്തിൻ്റെ കരുതൽ ദൂതൻ കടന്നു വരുന്നു. ഒന്ന് കൗൺസിലുണ്ട്, മറ്റൊന്ന് പ്രൊവിഷനുണ്ട്. 3 യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ ദൂതൻ ഇറങ്ങി വെള്ളം കലക്കി. അപ്പോൾ ആ വെള്ളത്തിൽ ആദ്യം ആരിറങ്ങിയോ അവർ സൗഖ്യമായി. ആ ഏഞ്ചലിൻ്റെ, ആ ദൂതൻ്റെ പേരാണ് ഹീലിംഗ് ഏഞ്ചൽസ്. ആമേൻ. സൗഖ്യത്തിൻ്റെ ദൂതന്മാർ. മനസ്സിലാവുന്നോ നിങ്ങൾ? ഒത്തിരി ആയിപ്പോയി 12 കൊട്ട നിറച്ചെടുക്കേണ്ട ഒത്തിരി ആയിപ്പോയി. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം, അതെ, സൗഖ്യത്തിൻ്റെ ദൂതന്മാർ. 4 അതുകൂടെ പറഞ്ഞ് ഞാൻ അടുത്ത പോയിന്റ് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് നിങ്ങളെ പറഞ്ഞേക്കാം. 4ാമത് ദൂതൻ്റെ വേറൊരു പ്രത്യേകത വാർ ഏഞ്ചൽ. സ്തോത്രം, യുദ്ധദൂതന്മാർ. 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 35-ാം വാക്യം. 2 രാജാക്കന്മാർ 19:35. സെൻഖരീബിൻ്റെ നിന്ന കേട്ട് സ്തോത്രം മടുത്ത ഹിസ്കിയാവ് കർത്താവിൻ്റെ സന്നിധിയിൽ അതെ പ്രാർത്ഥിക്കുമ്പോൾ അന്ന് ഒരു ദൂതൻ ഇറങ്ങി 1,85,000 എണ്ണത്തിനെ വെട്ടി തകർത്തു. ഒറ്റ യുദ്ധദൂതൻ ഇറങ്ങി. അപ്പോൾ യുദ്ധദൂതന്മാരുണ്ട്, സൗഖ്യദൂതന്മാരുണ്ട്, ആലോചനയുടെ ദൂതന്മാരുണ്ട്, ദൈവത്തിൻ്റെ കരുതൽ കൊണ്ടുവരുന്ന ദൂതന്മാരുണ്ട്. ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യത്തിൽ കർത്താവ് ഉള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ മക്കൾക്കായി ചലിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. ഹല്ലേലൂയ. സോ ദൃശ്യമായതും അദൃശ്യമായതും. സോ 4 കാറ്റഗറിയാണ് അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഗ്രീക്കിൽ നിങ്ങൾ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 16-ാം വായിച്ചു നോക്കിയാൽ ഒരു ഹയാർക്കി രൂപത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. ഒരു ഹയാർക്കി രൂപത്തിൽ. ഏറ്റവും ഉന്നതൻ ഏറ്റവും മുകളിലാണ്, അവനേക്കാൾ ചെറിയവൻ 2-ാമതാണ്, അവനേക്കാൾ ചെറിയവൻ 3-ാമതാണ്, ഏറ്റവും ചെറിയവൻ ഏറ്റവും താഴെയാണ്. ആ ഹയാർക്കി, ആ സ്തോത്രം ഹയാർക്കി ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത ആഴ്ച ഞാൻ വീണ്ടും നിങ്ങൾക്ക് പറയും. പൈശാചിക മണ്ഡലത്തിൽ നോക്കുക, ജസ്റ്റ് ഓപ്പോസിറ്റ്. ഏറ്റവും വലിയവൻ ഏറ്റവും അടിയിലാണ്, അവനേക്കാൾ കുറച്ചുകൂടെ മുകളിലാണ്, അതിനേക്കാൾ കുറച്ചുകൂടെ മുകളിലാണ്. അതിനർത്ഥം ഈ താഴെ കിടക്കുന്നവന് മേലെ കയറുമ്പോൾ മനസ്സിലാക്കണം, ഇത് മേലത്തെ ആത്മാവല്ല ചലിക്കുന്ന, ഇത് താഴത്തെ ആത്മാവാണ്. എന്താ മിണ്ടാതിരിക്കുന്നത്? തുറച്ചു നോക്കുന്നത് എന്താ ഉള്ള കാര്യം പറഞ്ഞപ്പോൾ? മനസ്സിലായോ? താഴെ ഇരിക്കേണ്ടവൻ സ്തോത്രം അതെ മേലെ ഇരിക്കുന്നവനെ ചവിട്ടി മേലെ കയറാൻ വേണ്ടി വെക്കുമ്പോൾ ഉടനെ മനസ്സിലാക്കണം, ഇത് മേലത്തെ ആത്മാവല്ല, ഇത് താഴത്തെ ആത്മാവാണ്. പക്ഷെ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെ ചവിട്ടുവാൻ അധികാരം നൽകിയ യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു. സന്തോഷമുള്ളവർ ഹല്ലേലൂയ പറഞ്ഞേ. 4 സ്തോത്രം അതെ ആ ദൂതന്മാരുടെ കാറ്റഗറി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. 1 സ്തോത്രം സിംഹാസനം. പുതിയ നിയമം എഴുതിയത് ഏത് ഭാഷയിലാണോ മക്കളെ? പറഞ്ഞാട്ടെ. പുതിയ നിയമം എഴുതിയത് ഏത് ഭാഷയിലാണ്? കന്നഡയിലോ? പുതിയ നിയമം ഏത് ഭാഷയിലാണ്? തെലുങ്കിലോ? പുതിയ നിയമം ഏത് ഭാഷയിലാണ് എഴുതിയേ? പറയാത്ത എല്ലാറ്റിനും അടുത്ത ആഴ്ച 100 പ്രാവശ്യം എംബോസിഷൻ എഴുതി കൊണ്ടുവന്നേ ബൈബിൾ സ്റ്റഡിക്ക് ഞാൻ കയറ്റത്തുള്ളൂ. പുതിയ നിയമം 100 കണക്കിന് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. സാൻസ്ക്രിറ്റിലോ? ആരാ പറഞ്ഞേ? സ്തോത്രം. പുതിയ നിയമം ഏത് ഭാഷയിൽ എഴുതിയത്? എബ്രായ ഭാഷയിലെന്ന് പറഞ്ഞവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. എബ്രായ ഭാഷയിലാണ് പുതിയ നിയമം എഴുതിയതെന്ന് പറഞ്ഞവർ കരങ്ങൾ നന്നായി ഉയർത്തിപ്പിടിക്കുക. നന്നായി കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഇപ്പോൾ കരം ഉയർത്തിയ എല്ലാവരും 100 പ്രാവശ്യം എഴുതി എനിക്ക് എംബോസിഷൻ കൊണ്ടുവരാം. ഗ്രീക്കിലാണ് പുതിയ നിയമം എഴുതിയത്, ഹീബ്രുവിൽ എഴുതിയത് പഴയ നിയമമാണ്. ഹീബ്രുവിൽ പഴയ നിയമം എഴുതി, ഗ്രീക്ക് പുതിയ നിയമം എഴുതി.
ഒരിക്കൽ കൂടെ, ഗ്രീക്കിൽ പുതിയ നിയമം എഴുതി, എബ്രായ ഭാഷ പഠിക്കുക. എന്തോ പറഞ്ഞാലും ഞാൻ കൈ ഉയർത്തത്തില്ല എന്ന് തീരുമാനിച്ച കക്ഷികളുണ്ട്. സ്തോത്രം. അവർ കള്ളന്മാരല്ല, പെരുങ്കള്ളന്മാരാണ്. സ്തോത്രം. ഗ്രീക്ക് പുതിയ നിയമത്തിൽ എഴുതി, എബ്രായ ഭാഷ ഹീബ്രുവിൽ പഴയ നിയമം എഴുതി. സോ ഗ്രീക്കിൽ കൊലോസ് ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം പൗലോസ് എഴുതുമ്പോൾ ത്രോൺസ്, ഇംഗ്ലീഷിൽ ത്രോൺസ് എന്ന് പറയുമ്പോൾ ത്രോണാസ് എന്ന പദമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ത്രോണാസ്. സ്തോത്രം. ത്രോണാസ്. ത്രോണാസ് ഇറ്റാലിയനിൽ ഒരു പക്ഷേ ത്രോണാസ് ആയിരിക്കാം. സ്പാനിഷിൽ ത്രോണാസ് എന്ന പദം കേട്ടിട്ടുണ്ട്. പോർച്ചുഗീസിൽ സ്തോത്ര ബ്രസീലിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ ത്രോണാസ് കേട്ടിട്ടുണ്ട്. അതെ, അതിനർത്ഥം സിംഹാസനം എന്നാണ്. ത്രോണാസ്. ഹല്ലേലൂയ. ത്രോണാസ്. ഹല്ലേലൂയ. യെസ്, ത്രോണാസ്. നമ്പർ 2, രണ്ടാമത് സ്തോത്രം സിംഹാസനങ്ങൾ. സിംഹാസനങ്ങൾ കഴിഞ്ഞ് രണ്ടാമത്തേതാണ് കർത്തൃത്വങ്ങൾ. ഡൊമിനിയൻസ് അല്ലേ? ഡൊമിനിയൻസ്. കർത്തൃത്വങ്ങൾ. കർത്തൃത്വങ്ങളുടെ പ്രത്യേകത എന്താണ്? കർത്തൃത്വങ്ങൾ ഗ്രീക്കിൽ എഴുതുമ്പോൾ ക്രുയാറ്റസ് എന്ന പദമാണ് എഴുതിയിരിക്കുന്നത്. നോക്കിയേ, ത്രോണോസ് എന്ന് പറയുന്നത് സിംഹാസനം എന്ന പദം എഴുതിയിരിക്കുന്നത്, സിംഹാസനം എന്ന പദം എഴുതിയിരിക്കുന്നത് പ്രധാനമായി പ്രധാന ദൂതന്മാരുമായിട്ടുള്ള ബന്ധത്തിലാണ്. പ്രധാന ദൂതൻ എന്ന് ഒരൊറ്റ ദൂതനെ വിളിച്ചിട്ടുള്ളൂ. ഒരിക്കൽ കൂടെ. യെസ്, സ്തോത്രം. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട്? പ്രധാന ദൂതന്മാർ 3 പേരുണ്ട്. സ്തോത്രം. മിഖായേല്, ഗബ്രിയേല്, ലൂസിഫർ എന്ന് കേട്ടിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. സ്തോത്രം. ആക്ച്വലി ബൈബിളിൽ എനിക്ക് സംശയമുണ്ട്. പ്രധാന ദൂതൻ എന്ന് വിളിച്ചിട്ടുള്ളത് മിഖായേല് മാത്രമാണ്. സ്തോത്രം. ബാക്കിയുള്ളത് അസംഷനാണ്. അതെ, പ്രധാന ദൂതനാകുന്ന മിഖായേൽ എന്നെഴുതിയിട്ടുണ്ട്. പ്രധാന ദൂതനാകുന്ന മിഖായേൽ എന്നെഴുതിയിട്ടുണ്ട്. പക്ഷേ സ്തോത്രം മറ്റ് ദൂതന്മാരെ അവണ്ണം സ്തോത്രം വിളിച്ചിട്ടില്ല. ഉദാഹരണമായി വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യം. വെളിപ്പാട് 12:7. പെട്ടെന്ന് വായിച്ചേ. വെളിപ്പാട് 12:7. വെളിപ്പാട് 12:7 വായിക്കുമ്പോൾ, പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മിഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടം വെട്ടി ജയിച്ചില്ല താനും. സ്തോത്രം. മിഖായേലും അവൻ്റെ ദൂതന്മാരും, അതിൻ്റെ അർത്ഥം മനേക്ഷയും അദ്ദേഹത്തിൻ്റെ സൈന്യവും. കേണൽ മനേക്ഷ കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിലെ വലിയൊരു സ്തോത്രം മിലിറ്ററി ചീഫായിരുന്നു. ഫീൽഡ് മാർഷൽ മനേക്ഷ. അദ്ദേഹത്തിൻ്റെ സൈന്യം പാകിസ്ഥാനെ ജയിച്ചു. സ്തോത്രം. എല്ലാ ഇന്ത്യക്കാരും അഭിമാനത്തോടെ ആമേൻ പറഞ്ഞേ. യെസ്, ഹല്ലേലൂയ. സോ ഇതുപോലെ കേണൽ മക്കാർത്തറുടെ സൈന്യം, അമേരിക്കൻ സ്തോത്രം സൈന്യാധിപനായിരുന്നു കേണൽ മക്കാർത്തർ. ഇതുപോലെ സ്തോത്രം സ്വർഗീയ സൈന്യത്തിൻ്റെ യുദ്ധദൂതൻ്റെ ടോപ്പായിരുന്നു മിഖായേലും അവൻ്റെ ദൂതനും മഹാസർപ്പത്തോട് പടവെട്ടെ. വീണ്ടും നോക്കിയേ, മിഖായേലിൻ്റെ പ്രത്യേകത നോക്കിയേ. ആർക്കേഞ്ചൽ എന്ന് എഴുതിയിട്ടുള്ളത് ദാനിയേൽ 10:13 വായിച്ചേ. ദാനിയേൽ 10:13. ദാനിയേൽ 10:13. ദാനിയേൽ 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദാനിയേൽ 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാരംഭ ദിവസങ്ങളിൽ ദാനിയേലിന്റെ പ്രാർത്ഥനയെ തടയുവാൻ അവിടുത്തെ പ്രിൻസിപ്പാലിറ്റി കഴിഞ്ഞു. ആ പദം ഞാൻ വീണ്ടും പറയും. സ്തോത്രം. എന്നാൽ 21 ദിവസമായപ്പോഴേക്കും പ്രധാന ദൂതനാകുന്ന മിഖായേൽ ഇറങ്ങി വന്നു. പാർസി ദേശത്തിൻ്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു, എങ്കിലും പ്രധാന ദൂതന്മാരിൽ ഒരുത്തനായ മിഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. എല്ലാവരും പറഞ്ഞാട്ടെ, പ്രധാന ദൂതന്മാർ. സ്തോത്രം. പാർസി ദേശത്തിൻ്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തുന്നു. അപ്പോൾ പാർസി ദേശത്തിൽ, ഞാൻ ആ പദം വീണ്ടും പറയും, ആ റീജിയണൽ സ്പിരിറ്റ്, ആ ടെറിട്ടോറിയൽ സ്പിരിറ്റ് എതിർത്ത് നിന്നു. പക്ഷെ അവനേക്കാൾ മേലെ ഉള്ളവനായിരുന്നു ആര്? സ്തോത്രം, മിഖായേൽ. അപ്പോൾ പ്രധാന ദൂതൻ എന്ന് തിരുവചനം വിളിക്കുന്നത് ആരെയാണ്? സ്തോത്രം, മിഖായേലിനെയാണ്. നിങ്ങളെ യഹൂദ ചരിത്ര പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, ഹാനോക്കിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ പ്രധാന ദൂതന്മാർ 7 എന്ന് പറയുന്നു. പക്ഷേ ദൈവമക്കൾ ചരിത്രം ഡയറക്റ്റ് ഇൻഫർമേഷനായിട്ട് ഹാനോക്കിൻ്റെ പുസ്തകമോ അല്ലെങ്കിൽ തൽമുദ് എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ദൈവവചനം പറയുന്നു. യേശു കർത്താവ് എപ്പോഴും കോട്ട് ചെയ്തത് അതെ ഹാനോക്കിൻ്റെ പുസ്തകമോ ചരിത്ര പുസ്തകമല്ല, തിരുവെഴുത്താണ് കർത്താവ് പറഞ്ഞത്. കേട്ടോ? രാമേൻ പറഞ്ഞേ, തിരുവെഴുത്ത്. അതാണ് സേഫ്റ്റി, അതാണ് സ്തോത്രം സുരക്ഷിതത്വം.
അപ്പോൾ ഹനോക്കിൻ്റെ പുസ്തകം 7 ദൂതന്മാരെന്ന് പറയുന്നു. പക്ഷേ പ്രധാന ദൂതൻ എന്ന് വിളിച്ചിട്ടുള്ളത് ആരെയാണ്? സ്തോത്രം, മിഖായേലിനെ മാത്രമാണ്. ഓക്കെ, നോക്കിയേ. ഒന്നാമത് ത്രോൺസ്, രണ്ടാമത് സ്തോത്രം കർത്തൃത്വങ്ങൾ, അല്ലേ? കൊലോസ്യ ലേഖനം 1:16 ഞാൻ പറയുന്നത്. സിംഹാസനങ്ങളാകട്ടെ, രണ്ടാമത് ക്രിയാറ്റസ് എന്ന് പറയുന്ന കർത്തൃത്വങ്ങളാകട്ടെ. ഈ കർത്തൃത്വങ്ങൾ എന്ന് പറയുന്നത് പ്രധാന ദൂതൻ കടഞ്ഞ് ഒരു വലിയ ജോഗ്രഫിക്കൽ ഏരിയ, വലിയൊരു ഭൂപ്രകൃതി, വലിയൊരു ഭൂവിഭാഗത്തെയോ, ജോഗ്രഫിക്കൽ ഏരിയ, വലിയൊരു ഭൂവിഭാഗത്തെയോ ഒരു രാജ്യത്തെയോ രാജ്യത്തിന് മേലോ ദൈവമാക്കി വെച്ചിരിക്കുന്ന ദൂതനാണ് ആരാ? സ്തോത്രം, കർത്തൃത്വം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ മുകളിൽ ഒരു ദൂതനുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത് ഇന്ത്യയുടെ മുകളിൽ ഭൂതമുണ്ടെന്നല്ല, ഇന്ത്യയുടെ മേലിൽ ദൂതനുണ്ട്. സോ നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആകണമേ. ഹല്ലേലൂയ. സോ ദാനിയേൽ 10:3 നോക്കിയ പാർസി ദേശത്തിൻ്റെ പ്രഭു എന്ന് അവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അവിടെ ആ പാർസി ദേശത്തിൻ്റെ പ്രഭു എന്ന് എഴുതിയിരിക്കുന്നത് ദാനിയേൽ 10:13. അതെ, പാർസി ദേശത്തിൻ്റെ പ്രഭു എന്ന് എഴുതിയിരിക്കുമ്പോൾ ദാനിയേൽ 10:13 പാർസി ദേശത്തിൻ്റെ മുകളിൽ ആരുണ്ട്? ഒരു ടെറിട്ടോറിയൽ സ്പിരിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡൊമിനോസ് ഉണ്ട്, ഡൊമിനിയൻ ഉണ്ട്. ഡൊമിനോസ് അല്ല, ഒരു ഡൊമിനിയൻ ഉണ്ട്. ഞാൻ പിസയാണോ വാങ്ങാൻ പോകുന്നത്? കമോൺ. ഒരു ഡൊമിനിയൻ ഉണ്ട്. സ്തോത്രം, ഒരു ഡൊമിനിയൻ ഉണ്ട്. ഒരു ക്രിയാറ്റസ് ഉണ്ട്, ഒരു ഡൊമിനിയൻ ഉണ്ട്. സ്തോത്രം, മനസ്സിലായ? രാമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ നേരത്തെ തെറ്റിച്ചു എന്ന് തോന്നുന്നു. സ്തോത്രം, ഒരു ഡൊമിനിയൻ ഉണ്ട്. ഡൊമിനോസ് അല്ല, ഒരു ഡൊമിനിയൻ ഉണ്ട്. ഓ ഗോഡ്, ഹല്ലേലൂയ. പിസ എനിക്ക് ഇഷ്ടമല്ല, ആരും മേടിച്ചു തരില്ല. സോ നോക്കേ, സ്തോത്രം. നമ്പർ 3, ഒന്നാമത് ത്രോൺസ്, അതായത് സിംഹാസനങ്ങൾ. 2 കർത്തൃത്വങ്ങൾ. മൂന്നാമത് സ്തോത്രം ഏതാണ്? മൂന്നാമത് സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകൾ. ശബ്ദമുയർത്തി പറഞ്ഞ മൂന്നാമത് എന്താണ്? വാഴ്ചകൾ. വാഴ്ചകളുടെ പ്രത്യേകത എന്താണ്? പ്രിൻസിപ്പാലിറ്റീസിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നതാണ് ആർക്കെ എന്ന പദമാണ്. പ്രിൻസിപ്പാലിറ്റീസ്. സ്തോത്രം, അതെ, വാഴ്ചകൾ. ഒരു സംസ്ഥാനത്തിന് മുകളിൽ വ്യാപരിക്കുന്ന, ഒരു പ്രദേശത്തിന് മുകളിൽ നിൽക്കുന്നതായ ആർക്കെ, പ്രിൻസിപ്പാലിറ്റീസ്. 4മതായി സ്തോത്രം, നമ്മുടെ ചുറ്റുപാടിൽ വ്യാപരിക്കുന്ന പവേഴ്സ് അഥവാ എക്സൂസിയ എന്ന പദം കേട്ടിട്ടുള്ളവർക്കാരെങ്കിലും ഉയർത്തിയാട്ടെ. എക്സൂസിയ അത് പ്രാദേശികമായി വ്യാപരിക്കുന്ന ദൂതമണ്ഡലമാണ്. ചുറ്റുപാടുകളിൽ കാണുന്നതായ പവേഴ്സ് അഥവാ അധികാരങ്ങൾ. അപ്പോൾ സിംഹാസനങ്ങളുണ്ട്, കർത്തൃത്വങ്ങളുണ്ട്, വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്. ഏറ്റവും ഉന്നതനായ ദൂതൻ എന്ന് പറയുന്ന സിംഹാസനം, അതിൻ്റെ താഴെ കർത്തൃത്വങ്ങളാണ്, അതിൻ്റെ താഴെ വാഴ്ചകളാണ്, അതിൻ്റെ താഴെ അധികാരങ്ങളാണ്. ഏറ്റവും മുകളിൽ ത്രോണാസ് ആണ്, പിന്നെ വന്ന് ക്രിയാറ്റസ് ആണ്, പിന്നെ വന്ന് ആർക്കെയാണ്, പിന്നെ വന്നിട്ട് എക്സൂസിയാണ്. ഏറ്റവും മുകളിൽ സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ. സ്തോത്രം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സ്തോത്രം, അതെ, ഈ പ്രധാന ദൂതൻ മിഖായേല. യൂദയുടെ ലേഖനം 9 വാക്യം കൂടെ വായിച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം പെട്ടെന്ന്. യൂദയുടെ ലേഖനം 9 വാക്യം. എന്നാൽ പ്രധാന ദൂതനാകുന്ന മിഖായേൽ, ശബ്ദം ഉയർത്തി വായിച്ച എന്താണ്? എന്നാൽ പ്രധാന ദൂതനാകുന്ന മിഖായേൽ. അപ്പോൾ മറക്കരുത്, പ്രധാന ദൂതൻ എന്ന പദം ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നു? മിഖായേലിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. വീർപ്പ് മുട്ടി ചിലരിക്കുക, അപ്പോൾ ലൂസിഫറിനെ കുറിച്ചൊന്നും പറയുന്നില്ലയോ? ലൂസിഫർ പ്രധാന ദൂതനല്ല, ലൂസിഫർ ഒരു കെരൂബാണ്. ലൂസിഫർ ഒരു പ്രധാന ദൂതനല്ല, ലൂസിഫർ കെരൂബാണ്. എന്താ കെരൂബ് ചെയ്യുന്നതായ ജോലി? ആദം പാപം ചെയ്തപ്പോൾ ആദാമിനെ ഹവ്വയും ദൈവമായ കർത്താവ് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് ഏദൻ തോട്ടനെ ഗാർഡ് ചെയ്യാനായി കെരൂബുകളെ ദൈവമാക്കി. സ്തോത്രം. അതെ, ദൈവിക പ്രോപ്പർട്ടിയെ അവിടെ ഏദൻ തോട്ടത്തെ കാക്കുന്നതിന് വേണ്ടി ദൈവമാക്കിയതായിരുന്നു കെരൂബിനെ. സോ ലൂസിഫർ ആരായിരുന്നു? ലൂസിഫർ ഒരു കെരൂബായിരുന്നു. എസെക്കിയേൽ പ്രവചനം 28, നമ്മൾ ഓൾറെഡി ആ വാക്യം വായിച്ചതാണ്. എസെക്കിയേൽ പ്രവചനം 28 13 മുതൽ താഴേക്ക് നിങ്ങൾ വായിക്കുമ്പോൾ, എസെക്കിയേൽ പ്രവചനം 28 13 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ സ്തോത്രം, ലൂസിഫർ അവിടെ സാത്താൻ ഒരു കെരൂബായിരുന്നു എന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. 14 വാക്യം, നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദൈവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമായ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. അപ്പോൾ ലൂസിഫർ ആരായിരുന്നു? അവൻ കെരൂബായിരുന്നു. സഹോദരമായ ദിസ് എ കൺക്ലൂഷൻ. എപ്പോഴും ഡീമണോളജി നിങ്ങൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ പൈശാചിക മണ്ഡലത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ശാപങ്ങളെക്കുറിച്ച് പഠിക്കുന്നതെന്ന് വെച്ചോ, അല്ലെങ്കിൽ ബന്ധനങ്ങളെക്കുറിച്ച് പഠിക്കുകയാണ്,
ഇതുപോലെയുള്ള നമുക്ക് നെഗറ്റീവായി നിൽക്കുന്ന ഏത് കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാം. സാത്താനെക്കുറിച്ച്, ശാപങ്ങളെക്കുറിച്ച് പഠിക്കാം. പക്ഷേ സ്തോത്രം, ഏറ്റവും ഉന്നതൻ യേശുവാണ്. മനസ്സിലായോ? ഇരുട്ടിനെ അളക്കാൻ പോകല്ല. ഇരുട്ടിനെ അളന്നാൽ ജീവിതം ലക്ഷ്യത്തിലെത്തത്തില്ല. ഇരുട്ട് ഓടിപ്പോകണമെങ്കിൽ സ്വിച്ചിടണം. വെളിച്ചം കൊണ്ടുവന്നാൽ ഇരുട്ട് വലുതാകട്ടെ ചെറിയതാകട്ടെ, പഴയതാകട്ടെ പുതിയതാകട്ടെ, വെളിച്ചം വന്നാൽ ഇരുട്ടെപ്പോൾ ഓടി എന്ന് ചോദിച്ചാൽ മതി. ഏത് പൈശാചിക ബന്ധനമാണെങ്കിൽ, ഏത് സാത്താന്യ മണ്ഡലമാണെങ്കിൽ, സകല നാമത്തിനും മേലായ നാമം യേശുവിൻ്റെ നാമമാണ്. എഫെസ്യ ലേഖനം 1-ാം അധ്യായം നമ്മൾ ഇത് വായിച്ചു നിർത്തുകയാണ്. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 20 മുതൽ 22 വരെ. അങ്ങനെ അവൻ ക്രിസ്തുവിനെ വ്യാപരിച്ചു. വായിച്ചേ. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും, വായിക്ക, സ്വർഗത്തിൽ തൻ്റെ വലതു ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും വിളിക്കപ്പെട്ടിരിക്കുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴായി വച്ച് അവനെ സകലത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറ. അപ്പൊ യേശു കർത്താവ് തലയാണ്, ദൈവത്തിൻ്റെ സഭ ശരീരമാണ്. ഒരിക്കൽ കൂടെ, യേശു കർത്താവ് തലയാണ്, ദൈവത്തിൻ്റെ സഭ ശരീരമാണ്. സ്തോത്രം. യേശുവിൻ്റെ കാൽ കീഴെ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ കാൽ കീഴെ. ഒരിക്കൽ കൂടെ, യേശുവിൻ്റെ കാൽ കീഴെ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ കാൽ കീഴെ എന്ന് പറഞ്ഞാൽ സഹോദരനെ നിന്റെ കാൽ കീഴെ, സഹോദരിയെ നിന്റെ കാൽ കീഴെ സകലത്തിനെ കർത്താവാക്കിയിരിക്കുകയാണ്. ആരെ? 21-ാം വാക്യം. എല്ലാ വാഴ്ചകൾ, എല്ലാ അധികാരങ്ങൾ, അല്ലേ, എല്ലാ വാഴ്ചകൾ, എല്ലാ അധികാരങ്ങൾ, എല്ലാ ശക്തികൾ, എല്ലാ കർത്തൃത്വങ്ങൾ. നമ്മൾ നേരത്തെ വായിച്ചില്ലേ, കൊലോസ്യർ 1:16 4 കാറ്റഗറി വായിച്ചില്ലേ? അതിന് മീതെയാണ് ദൈവം നിന്നെ ഇരുത്തിയിരിക്കുന്നത്. ദൈവം ഇന്ന് രാത്രി നിന്നെ ഇരുത്തിയിരിക്കുന്ന ഈ വെളുത്ത കസേരയിലല്ല, നിന്റെ ശരീരം ഈ കസേരയിലിരിക്കുമ്പോൾ ദൈവം നിന്നെ ഉയർപ്പിച്ചിരിക്കുന്ന സ്വർഗസ്ഥലങ്ങളിലാണ്. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. നിങ്ങൾ ദൂതന്മാരെക്കാൾ മീതെയാണ് നിങ്ങളുടെ സ്ഥാനം. ഒരിക്കൽ കൂടെ, ആരും മിണ്ടുന്നില്ല. ദൂതന്മാരെക്കാൾ മീതെയാണ് നിങ്ങളുടെ സ്ഥാനം. ആദാമിന് പോലും ആ സ്ഥാനം ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തെക്കാൾ സ്തോത്രം. അത് ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. പക്ഷേ ഇപ്പോൾ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വന്നപ്പോൾ, ബിക്കോസ് ഓഫ് ദ ഗ്രേസ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ കൃപ നിമിത്തം, യേശു കർത്താവിൻ്റെ സാന്നിധ്യം നിമിത്തം, യേശുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അതേ നിറവ് നിമിത്തം നിങ്ങൾ താഴെയല്ല, നിങ്ങൾ മേലെയാണ്. ഹല്ലേലൂയ. സകല വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ സകലതും സ്തോത്രം നിങ്ങളുടെ കാൽ കീഴിലാണ്. ഏത്? സ്തോത്രം. അതെ, സകല പൈശാചിക മണ്ഡലങ്ങൾക്കും മീതെയാണ് നിങ്ങളുടെ സ്ഥാനം. അതുകൊണ്ട് നിങ്ങൾ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും മനസ്സിലാക്കണം, ജയത്തിൻ്റെ സ്റ്റെപ്പുകളാണ്. നിങ്ങളുടെ കാലുകൾ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിങ്ങളെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. നിങ്ങളുടെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിങ്ങളെ കാൽക്കുന്നവൻ അവൻ മയങ്ങുകയില്ല, അവൻ ഉറങ്ങുകയില്ല. Come on, let's stand together and celebrate Jesus. Come on, എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ അടിച്ച് ആരും കൈ അടിച്ചില്ല. 3 പ്രാവശ്യം ഞാൻ പറഞ്ഞു ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ അടിച്ച് നിർത്താതെ 2 കരങ്ങൾ അടിച്ച് വിശ്വസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവത്തെ സ്തുതിച്ചാൽ in Jesus name, യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു. നന്ദി കർത്താവേ, ഈ നല്ല രാത്രിക്കായി നന്ദിയോട് സ്തോത്രം.